Good evening all, welcome back to Easy Classes. First of all, thanks for being here in my YouTube channel. Today we have to discuss about the part 4 of the chapter Biotechnology Principles and Process. Already what are the features of cloning vector എന്നുള്ള ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, അതായത് വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് പ്ലാസ്മിഡ് വെക്ടർ അല്ലെങ്കിൽ ക്ലോണിങ് വെക്ടർ എന്ന് പറഞ്ഞാൽ പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞതാണ്. ഏതൊക്കെയായിരുന്നു? വെക്ടർ മസ്റ്റ് ഹാവ് എ ഓറൈ സൈറ്റ്, വെക്ടർ മസ്റ്റ് ഹാവ് എ സെലക്റ്റബിൾ മാർക്കർ ജീൻ ഓർ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് വെക്ടർ മസ്റ്റ് ഹാവ് എ ക്ലോണിങ് സൈറ്റ്. നാലാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞു നമ്മൾ പ്ലാസ്മിഡ് വെക്ടർ ആയാലും ക്ലോണിങ് വെക്ടറിൻ്റെ നാലാമത്തെ പോയിൻ്റായിട്ട് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് വെക്ടേഴ്സ് ആർ യൂസ് ഫോർ ട്രാൻസ്ഫറിങ് ജീൻ ടു ടാർഗറ്റഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അല്ലേ. അപ്പോൾ ഇത് ഏത് ടോപ്പിക്കിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ടൂൾസ് ഓഫ് RDNA ടെക്നോളജിയിൽ ഫസ്റ്റ് ടൂൾ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. സെക്കൻഡ് ടൂളായിട്ടുള്ള ക്ലോണിങ് വെക്ടറിൻ്റെ എക്സാമ്പിളാണ് പ്ലാസ്മിഡ് വെക്ടർ ആൻഡ് ബാക്ടീരിയോഫേജ്. അതിൽ പ്ലാസ്മിഡ് വെക്ടറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോസിലും ഈ വീഡിയോസിലും കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അറിയാം എന്താണ് പ്ലാസ്മിഡ് വെക്ടർ, എന്താണ് ക്ലോണിങ് വെക്ടർ. ക്ലോണിങ് വെക്ടർ ഈസ് എ കാരിയർ ഓർ വെഹിക്കിൾ DNA which have the ability to transfer desired gene or foreign DNA or aligned DNA to the host cell, and which also have the ability to replicate autonomously within the host cell അല്ലേ. അതൊക്കെ നമ്മൾ പഠിച്ചതിൽ ഫീച്ചേഴ്സാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫീച്ചേഴ്സിൽ വെക്ടർ മസ്റ്റ് ഹാവ് എ ഓറൈ സൈറ്റ്, വെക്ടർ മസ്റ്റ് ഹാവ് എ സെലക്റ്റബിൾ മാർക്കേഴ്സ്. അതാണ് ലാസ്റ്റ് നമ്മൾ പഠിച്ച ടോപ്പിക്ക്. എന്താണ് ഫീച്ചേഴ്സിലെ സെക്കൻഡ് ഫീച്ചറാണ് വെക്ടർ മസ്റ്റ് ഹാവ് എ സെലക്റ്റബിൾ മാർക്കേഴ്സ്. അപ്പോൾ എന്താണ് സെലക്റ്റബിൾ മാർക്കേഴ്സ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ് സെലക്റ്റബിൾ മാർക്കേഴ്സ്? ആർ ദി antibiotic resistant genes like tetracyclic antibiotic resistant gene, ampicillin, chloramphenicol, kanamycin antibiotic resistant gene which have the ability to identify transformants and recombinants and eliminates non-transformants or non-recombinants അല്ലേ. ആ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ഏതൊക്കെയാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്? നമ്മളെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള 4 ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസ് ആണ്. ടെട്രാസൈക്ലിക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ, ആംബിസിലിൻ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ, ക്ലോറാംഫെനിക്കോൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ആൻഡ് കന്നാമൈസിൻ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ. ഇതിൽ PBRൻ്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. PBRലുള്ള ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ഓർ സെലക്റ്റബിൾ മാർക്കേഴ്സ് എന്ന് പറയുന്നത് ടെട്രാസൈക്ലിക് ആൻഡ് ആംബിസിലിൻ ആണ്. ഓക്കെ, ഇവർ എന്തിനാണ് സഹായിക്കുന്നത്? റിക്കോമിനൻസ് ഓർ ട്രാൻസ്ഫോമൻസിനെ തിരിച്ചറിയാനും നോൺ ട്രാൻസ്ഫോമൻസ് ഓർ നോൺ റിക്കോമിനൻസിനെ എലിമിനേറ്റ് ചെയ്യാനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മൾ അതാണ് എങ്ങനെയാണ് സെലക്റ്റബിൾ മാർക്കേഴ്സ് റിക്കോമിനൻസിനോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും പിന്നെ എന്താണ് നോൺ റിക്കോമിനൻസ് ഓർ നോൺ ട്രാൻസ്ഫോമൻസിനെ എലിമിനേറ്റ് ചെയ്യാനും സഹായിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. വെരി 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഒക്കെ ക്വസ്റ്റ്യൻസ് ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് പബ്ലിക് എക്സാമിന്, ബോർഡ് എക്സാമിന്, CBSE എസ്പെഷ്യലി CBSE ICSE ബോർഡ് എക്സാമിന് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പോയിൻറ്റ്സ് അപ്പോൾ എങ്ങനെയാണ് ത്രൂ ദ പ്രോസസ് ഓഫ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ റിക്കോമിനൻസിനെ തിരിച്ചറിയുന്നതും അല്ലെങ്കിൽ ട്രാൻസ്ഫോമൻസിനെ തിരിച്ചറിയുന്നതും നോൺ ട്രാൻസ്ഫോമൻസിനെ എന്ത് ചെയ്യുന്നത്? എലിമിനേറ്റ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ഏതാണ് പ്രോസസ്സിൻ്റെ പേര്, മെത്തേഡിൻ്റെ പേര്? ഇൻസേഷണൽ ഇനാക്ടിവേഷൻ. ഈ ഇൻസേഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ഇൻസേഷണൽ ഇനാക്ടിവേഷൻ ബൈ സെലക്റ്റബിൾ മാർക്കർ ഓർ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് സെലക്റ്റബിൾ മാർക്കറിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് പറയുന്നത്. സെലക്റ്റബിൾ മാർക്കർ ഓർ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് റിക്കോമിനൻസിനെ സെലക്ട് ചെയ്യാനും നോൺ റിക്കോമിനൻസിനോ അല്ലെങ്കിൽ നോൺ ട്രാൻസ്ഫോമൻസിനെ ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അതാണ് ആദ്യത്തെ മെത്തേഡ്. രണ്ടാമത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇൻസേഷണൽ ആക്ടിവേഷൻ എന്നുള്ള ടോപ്പിക്കിൽ വരുന്നതാണ് ബൈ എൻസൈം മെത്തേഡ്. അത്
ഇവിടെ സെലക്റ്റബിൾ മാർക്കറായിട്ടോ പ്ലാസ്മിഡ് വെക്ടറായിട്ടോ ഒന്നും സെലക്റ്റബിൾ മാർക്കറായിട്ട് ബന്ധമില്ല. പക്ഷേ നമ്മൾ ഇൻസേഷണൽ ഇനാക്ടിവേഷൻ എന്നുള്ള പോയിന്റ് പഠിക്കുമ്പോൾ രണ്ടും കണക്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, അതായത് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ എന്നുള്ള മെത്തേഡ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതിനേക്കാളും സിമ്പിളായിട്ടുള്ള വേറൊരു മെത്തേഡ് കണ്ടുപിടിച്ചു. അതാണ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ ബൈ എൻസൈം മെത്തേഡ്, ഓർ ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ബ്ലൂ വൈറ്റ് സെലക്ഷൻ മെത്തേഡ്. ഓക്കെ, ബ്ലൂ വൈറ്റ് സെലക്ഷൻ മെത്തേഡ്. അപ്പം നമ്മളിനി പറയാൻ പോകുന്നത് എന്താണ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ എന്നാണ്. ഓക്കെ, അതിനു മുൻപ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അതായത് എന്താണ് ട്രാൻസ്ഫോമൻസ്, എന്താണ് റീകോമ്പിനൻസ്, എന്താണ് നോൺ ട്രാൻസ്ഫോമൻസ്, നോൺ റീകോമ്പിനൻസ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഡെഫിനിഷൻ പഠിച്ചത് ടെക്സ്റ്റിൽ നിന്ന് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടാണ് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചത്. അതായത് സെലക്റ്റബിൾ മാർക്കേഴ്സ് ആർ ദി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ വിച്ച് ഹാവ് ദ എബിലിറ്റി ടു ഐഡൻറ്റിഫൈ ട്രാൻസ്ഫോമൻസ് ആൻഡ് റീകോമ്പിനൻസ്. ഒരു വേർഡ് കൂടി ചേർത്തു, ടെക്സ്റ്റിൽ അതില്ല. ഏതാണ്? റീകോമ്പിനൻസ്. ആൻഡ് എലിമിനേറ്റ്സ് നോൺ ട്രാൻസ്ഫോമൻസ് ഓർ നോൺ റീകോമ്പിനൻസ്. ഈ റീകോമ്പിനൻറ്റ് നോൺ റീകോമ്പിനൻ്റ് എന്നുള്ള ആ വേർഡ് നമ്മൾ ടെക്സ്റ്റിലെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ ഇല്ല, പക്ഷെ നമ്മൾ എഴുതുമ്പോൾ ആ ഡെഫിനിഷനിൽ ഈ ഒരു വേർഡും കൂടി കൂട്ടിച്ചേർക്കണം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് നമുക്ക് മനസ്സിലാവണ്ടേ, ക്ലിയർ ആവണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊരു പ്ലാസ്മിഡാണ്. ഈ പ്ലാസ്മിഡിലേക്ക് ഒരു ഡിസൈഡ് DNA എന്ത് ഉപയോഗിച്ച് കട്ട് ചെയ്തതാണ്? നമ്മൾ റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് ഉപയോഗിച്ച് കട്ട് ചെയ്തത് അല്ലേ? അതിനെ നമ്മൾക്ക് കയറ്റണം. അപ്പോൾ ഇതിനെന്ത് വേണം? ഇതിനെ കയറ്റണമെങ്കിൽ ഈ പ്ലാസ്മിഡിൽ നിന്നും ഒരു small portion of DNA is deleted with the help of RNA അല്ലേ? RNA സഹായത്തോടു കൂടി ഇതിൽ നിന്നും നമ്മളൊരു കുഞ്ഞൊരു പോർഷൻ കോംപ്ലിമെൻ്ററി ടു ഡിസൈഡ് DNA നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു അല്ലേ? അപ്പോൾ ഇത്രയാണുള്ളത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ കൂടെ ആര് കൂടി ചേർക്കാൻ പോവാണ്? നമ്മളെ അലൈൻ DNA ഇൻസേർട്ട് ചെയ്തു വിത്ത് ദ ഹെൽപ്പ് ഓഫ് DNA ലിഗേസ്. ഓക്കെ, ഇത് RNA സഹായത്തോടു കൂടി, ഇവിടെയും RNA സഹായത്തോടു കൂടി ഇവർ രണ്ടുപേരും ലിങ്ക് ചെയ്യാൻ സഹായിച്ച എൻസൈമാണ് DNA ലിഗേസ്. അപ്പോൾ നമുക്ക് ആരെ കിട്ടുന്നു? നമുക്കൊരു റീകോമിനൻ്റ് DNA കിട്ടുന്നു അല്ലേ? ഈ റീകോമിനൻ്റ് DNA എന്താണ്? ഇതൊരു പ്ലാസ്മിഡാണ് അല്ലേ? ഇത് പ്ലാസ്മിഡ് DNA ആണ്. ഇത് ഫോറിൻ DNA ആണ്. ഇത് പ്ലാസ്മിഡ് DNA ആണ്. കിട്ടിയ DNAനെ നമ്മൾ റീകോമിനൻ്റ് DNA എന്ന് പറയും. ഈ റീകോമിനൻ്റ് DNAയിലെ മേജർ പോർഷൻ ആരാ? പ്ലാസ്മിഡ് DNA അല്ലേ? ഓക്കെ, അപ്പോൾ ഈ പ്ലാസ്മിഡ് DNAനെ നമ്മൾ എന്ത് പറയും? റീകോമ്പിനൻ്റ് എന്ന് പറയും. ഓക്കെ, റീകോമ്പിനൻ്റ്, അതായത് റീകോമ്പിനേഷൻ നടന്നത്, അതായത് ദ പ്ലാസ്മിഡ് വിച്ച് ടേക്ക് ദ അലൈൻ DNA, അതിനെ പറയുന്ന പേരാണ് റീകോമ്പിനൻ്റ് DNA. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഈ റീകോമ്പിനൻ്റ് DNAനെ നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് മൾട്ടിപ്പിൾ കോപ്പീസ് അല്ലേ? കുറേ കോപ്പീസ് ഉണ്ടാക്കാനായിട്ട് നമ്മളതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു ബാക്ടീരിയയിലേക്കാണ്. അതല്ലേ? ഇതൊരു ബാക്ടീരിയൻ സെല്ല. അതായത് ഒരു പെട്രി ഡിഷിൽ നിറയെ ഒരു ബാക്ടീരിയ ഇട്ട് കൊടുക്കും. ബാക്ടീരിയനെ വളരാൻ ഉപയോഗിക്കുന്ന മീഡിയം കൾച്ചർ മീഡിയം അല്ലേ? ടിഷ്യൂ കൾച്ചർ മീഡിയം. അഗാറും ലാക്ടോസും ഷുഗറൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു ടിഷ്യൂ കൾച്ചർ മീഡിയത്തിലാണ് ഈ ബാക്ടീരിയനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു പെട്രി ഡിഷാണെന്ന് വിചാരിക്കുക. ഈ പെട്രി ഡിഷസിൽ ആരുണ്ട്? ഒരു ഹോസ്റ്റ് ബാക്ടീരിയ ഉണ്ട് അല്ലേ? നിറച്ച് ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയയിലേക്ക് നമ്മൾ ഈ RDNAനെ ഇട്ട് കൊടുത്തു. RDNA എങ്ങനെയിരിക്കുന്നത്? ഇങ്ങനെ ഇരിക്കുന്ന RDNAനെ നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഈ ബാക്ടീരിയയുടെ സൈസ് ഒന്ന് കുറച്ച് കുറയ്ക്കാം. അതായത് ഇതൊരു പെട്രി ഡിഷാണ്. പെട്രി ഡിഷ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പെട്രി ഡിഷിൻ്റെ പ്രത്യേകത? ഈ പെട്രി ഡിഷിൽ നിറച്ച് ആരുണ്ട്? ബാക്ടീരിയ ഉണ്ട്. ഇത് ബാക്ടീരിയം സെല്ലാണ് കേട്ടോ. ഈ ഹോസ്റ്റ് ബാക്ടീരിയ ഉണ്ട്. ഓക്കെ, ഹോസ്റ്റ് ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയത്തിനെ വളരാനായിട്ട് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ടിഷ്യൂ കൾച്ചർ മീഡിയവും അതിനാവശ്യമായിട്ടുള്ള ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലല്ലേ അത് വളർന്ന് റിപ്ലിക്കേറ്റ് ചെയ്തോളൂ 18 or 20 minutes എടുത്തിട്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ ആരും ഇട്ട് കൊടുത്തിട്ടുണ്ട്? ഒരു RDNAനെ അല്ല ഇട്ട് കൊടുക്കുന്നത്, കുറേ RDNA അല്ലേ? എന്തായാലും നമ്മൾ ആ പ്രൊസീജിയർ ചെയ്യുക കുറച്ചധികത്തിലായിരിക്കും. അപ്പോൾ കുറച്ചധികം RDNAനെ ഇട്ട് കൊടുത്തു. ഓക്കെ, ക്ലിയർ ആയില്ലോ?
നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവാനായിട്ട് പറയുന്നതാണ്. കുറച്ചധികം RDNA ഇട്ട് കൊടുത്തു. അപ്പോൾ RDNA ഈ ബാക്ടീരിയ എന്ത് ചെയ്യാം? ഇൻടേക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇട്ട് കൊടുത്ത RDNA എന്ന് പറയുന്നത് ഒരു പ്ലാസ്മിഡ് പ്ലസ് ഡിസൈഡ് DNA അല്ലേ. അപ്പം നമ്മൾ ഒരു പ്ലാസ്മിഡ് DNA RNA ഉപയോഗിച്ച് കട്ട് ചെയ്തു, ഒരു പീസ് ഓഫ് അലൈൻ DNA അല്ലെങ്കിൽ ഫോറിൻ DNA ഓർ ഡിസൈൻ DNA എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം എടുക്കുക, കുറേ നമ്മൾ ചെയ്യും എക്സ്പെരിമെൻ്റ് അല്ലേ. അപ്പോൾ എന്താ ചെയ്യുക? ചില പ്ലാസ്മിഡ് എന്താ നമ്മുടെ ഡിസൈഡ് DNA, ഇവിടെ കുറേ പ്ലാസ്മിഡും ഉണ്ടാവും, കുറേ ഡിസൈഡ് DNA ഉണ്ടാവും. ഓക്കെ, കുറേ ഡിസൈഡ് DNA ഉണ്ടാവും. അപ്പോൾ ചില പ്ലാസ്മിഡ് ഡിസൈഡ് DNA എടുക്കും. ഓക്കെ, ചില പ്ലാസ്മിഡ് ഡിസൈഡ് DNA ഇൻസേർട്ട് ചെയ്യും, ചില പ്ലാസ്മിഡ് ഡിസൈഡ് DNA ഇൻടേക്ക് ചെയ്യില്ല. ക്ലിയർ ആയോ? അതായത് ചില പ്ലാസ്മിഡ്, ഇതാണ് പ്ലാസ്മിഡ് ഡിസൈഡ് DNA ഇൻടേക്ക് ചെയ്തത്, ചില പ്ലാസ്മിഡ് ഡിസൈഡ് DNA എന്ത് ചെയ്യില്ല? ഇൻസേർട്ട് ചെയ്യില്ല. അപ്പോൾ ഇൻസേർട്ട് ചെയ്ത പ്ലാസ്മിഡ് DNA പറയുന്നത് റീകോമിനൻ്റ് DNA, ഇത് വെറും പ്ലാസ്മിഡ് DNA. ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ റീകോമിനൻ്റ് DNA ഈ ബാക്ടീരിയ എടുത്താൽ, ഇതാണ് ബാക്ടീരിയ, ഇത് സിംഗിളായിട്ടുള്ളൊരു ബാക്ടീരിയനെ എടുക്കുകയാണ്. ഈ ഒരു ബാക്ടീരിയ ഇത് റീകോമിനൻ്റ് DNA ഇൻടേക്ക് ചെയ്തെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫോർമൻസ്. എന്താ പറയുക? ട്രാൻസ്ഫോർമൻസ്. ക്ലിയർ ആയല്ലോ? ഇനി ഈ ഒരു അനദർ ബാക്ടീരിയ ഇതെടുത്തു. ആരെയാണ് എടുത്തത്? ഇവിടെ റീകോമിനേഷൻ നടക്കാത്ത പ്ലാസ്മിഡുകളും ഉണ്ട്, റീകോമിനേഷൻ നടക്കാത്ത പ്ലാസ്മിഡിനെ എടുത്തത്. ഓക്കെ, എന്നാലും അതിനെ എന്താ പറയുക? ട്രാൻസ്ഫോർമൻസ് എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ എന്താണ് ട്രാൻസ്ഫോർമൻസ് എന്ന് പറഞ്ഞാൽ? എന്താണ് ട്രാൻസ്ഫോർമൻസ്? ട്രാൻസ്ഫോർമൻസ് ആർ ദി ബാക്ടീരിയ which take up foreign DNA. ഫോറിൻ DNA ടേക്ക് ചെയ്ത ബാക്ടീരിയനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫോർമൻസ് എന്ന്. ഓക്കെ, ഈ ബാക്ടീരിയ ടേക്കപ്പ് ചെയ്തത് റീകോമിനൻ്റ് DNA ഓക്കെ, റീകോമിനൻ്റ് DNA ആയിട്ടുള്ള പ്ലാസ്മിഡിനെയാണ്. ഈ ബാക്ടീരിയ ടേക്കപ്പ് ചെയ്തത് നോൺ റീകോമിനൻ്റ് DNA ആയിട്ടുള്ള പ്ലാസ്മിഡിനെയാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ട്രാൻസ്ഫോർമൻസ് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ദ ട്രാൻസ്ഫോർമൻസ് വിത്ത് recombinant DNA and the recombinant DNA or recombinant vector. The transformant തന്നെയാണ് വിത്ത് നോൺ റീകോമ്പിനൻ്റ് വെക്റ്റർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു ബാക്ടീരിയ ഏതെങ്കിലും ഫോറിൻ DNA ടേക്കപ്പ് ചെയ്തുവെങ്കിൽ അതിനെന്താ പറയുക? അതിനെ ട്രാൻസ്ഫോർമൻസ് എന്ന് പറയും അല്ലേ. വിച്ച് അണ്ടർഗോ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച ബാക്ടീരിയ ആയതുകൊണ്ട് അതിനെന്ത് പറയും? ട്രാൻസ്ഫോർമൻസ് ആർ ദി ബാക്ടീരിയ വിച്ച് അണ്ടർഗോ ട്രാൻസ്ഫോർമേഷൻ. ദ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ടേക്ക് അപ്പ് ദ ഫോറിൻ DNA. ഓക്കെ, 2 ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോർമൻസ് ഉണ്ട്. ദ ട്രാൻസ്ഫോർമൻസ് വിത്ത് recombinant DNA vector അല്ലെങ്കിൽ the transformer which take up the recombinant DNA vector, the transformer with non recombinant plasmid vector. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ റീകോമിനൻ്റ് പ്ലാസ്മിഡിനെ എടുത്താൽ അത് ട്രാൻസ്ഫോർമൻ്റ് ആണ്, നോൺ റീകോമിനൻ്റ് പ്ലാസ്മിഡിനെ എടുത്താലും അത് ട്രാൻസ്ഫോർമൻ്റ് തന്നെയാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ചില ബാക്ടീരിയാസ് ഉണ്ട് ആരെയും എടുക്കാത്ത ബാക്ടീരിയാസ്. ഓക്കെ, അവരെന്ത് പറയും? നോൺ ട്രാൻസ്ഫോർമൻസ് എന്ത് പറയും? അതായത് റീകോമിനൻ്റ് DNA എടുത്തിട്ടില്ല, റീകോമിനൻ്റ് പ്ലാസ്മിഡ് വെക്റ്ററിനെ എടുത്തിട്ടില്ല, വെറും അതായത് പ്ലാസ്മിഡ് വെക്റ്ററിനെയും എടുത്തിട്ടില്ല. അതായത് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാത്ത ആൾക്കാരെ പറയുന്ന പേരാണ് എന്ത് പറയും? ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാത്ത ബാക്ടീരിയനെ പറയുന്ന പേരാണ് നോൺ ട്രാൻസ്ഫോർമൻസ്. എന്താ പറയുക? നോൺ ട്രാൻസ്ഫോർമൻസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താ നോൺ ട്രാൻസ്ഫോർമൻസ്? ആർ ദി ബാക്ടീരിയ വിച്ച് ഡസൻറ്റ് ടേക്ക് അപ്പ് അല്ലെങ്കിൽ ഡിഡിൻറ്റ് ടേക്ക് അപ്പ്
വിച്ച് നോട്ട് ടേക്കപ്പ്, എന്തായാലും കുഴപ്പമില്ല, വിച്ച് നോട്ട് ടേക്കപ്പ് ഫോറിൻ ഡി എൻ എ. ഫോറിൻ ഡി എൻ എ, ഫോറിൻ ഡി എൻ എ. ഈ ഫോറിൻ ഡി എൻ എ ആരായിരിക്കാം? ഐദർ ആർ ഡി എൻ എ ഓർ പ്ലാസ്മിഡ്, ആർ ഡി എൻ എ വെക്ടർ ഓർ പ്ലാസ്മിഡ് വെക്ടർ, വെറും പ്ലാസ്മിഡ് വെക്ടർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ബാക്ടീരിയ വിച്ച് ഡസ് നോട്ട് ടേക്ക് അപ്പ് ഫോറിൻ ഡി എൻ എ, ഐദർ റിക്കോമൻ ഡി എൻ എ വെക്ടർ ഓർ പ്ലാസ്മിഡ് ഡി എൻ എ വെക്ടർ. വെറും പ്ലാസ്മിഡ് ഡി എൻ എ വെക്ടറിനെ ആയാലും ആരെയും എടുക്കാത്ത ബാക്ടീരിയനെ പറയുന്ന പേരാണ് നോൺ ട്രാൻസ്ഫോമൻസ്. അപ്പോൾ ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് എന്താണ് ട്രാൻസ്ഫോമൻസ്, എന്താണ് നോൺ ട്രാൻസ്ഫോമൻസ്, എന്താണ് റിക്കോമനൻ്റ് അല്ലെങ്കിൽ എന്താണ് നോൺ റിക്കോമനൻ്റ് പ്ലാസ്മിഡ്സ് എന്ന് ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ ഈ റിക്കോമനൻ്റ് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച ബാക്ടീരിയനെ അല്ലേ, അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ഫോറിൻ ഡി എൻ എനെ എടുത്തിട്ടുണ്ട്. ആ ഫോറിൻ ഡി എൻ എ ഏതായിരിക്കാം? നമ്മൾക്ക് ഇവിടെ ബയോടെക്നോളജിക്ക് ആവശ്യമുള്ളത് ദ ട്രാൻസ്ഫോർമൻ വിച്ച് ടേക്കപ്പ് ആർ ഡി എൻ എ ബാക്ടീരിയ അല്ലേ, അതിനെ തിരിച്ചറിയാനാണ്. ദ ട്രാൻസ്ഫോർമൻസ് വിച്ച് ടേക്കപ്പ് വെറും പ്ലാസ്മിഡ് വെക്ടറിനെ ആണെങ്കിലോ നമുക്ക് അതിനും ആവശ്യമില്ല. പിന്നെ ദ ട്രാൻസ്ഫോർമൻ വിച്ച് ഡസ് നോട്ട് ടേക്കപ്പ് എനി ഫോറിൻ ഡി എൻ എ, അതിനെ പറയും നോൺ ട്രാൻസ്ഫോമൻസ്. ഇതിനും ആവശ്യമില്ല. നമുക്കിവിടെ ആരെ മാത്രമേ ആവശ്യമുള്ളൂ? ദ ട്രാൻസ്ഫോമൻ ബാക്ടീരിയ വിച്ച് ടേക്കപ്പ് ആർ ഡി എൻ എ അല്ലേ, റിക്കോമിനൻ്റ് ഡി എൻ എനെ ടേക്കപ്പ് ചെയ്ത ബാക്ടീരിയനെ മാത്രമേ നമുക്കിവിടെ ആവശ്യമുള്ളൂ. ആ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആർ ഡി എൻ എയും മൾട്ടിപ്ലൈ ചെയ്യുക, ആർ ഡി എൻ എനെയും നമുക്ക് കുറേ നമ്പറിൽ കിട്ടുക. ക്ലിയർ ആയല്ലോ? ഈ ഒരു ഐഡിയ കിട്ടിയല്ലോ? ഇനി നമ്മൾ അതായത് ഇതെന്താണെന്ന് മനസ്സിലാക്കാണ്ട് വെറുതെ ഒരു ഡെഫിനിഷൻ പഠിക്കുകയാണ്. സെലക്റ്റബിൾ മാർക്കേഴ്സ് ആർ ദി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസ് വിച്ച് ഹാവ് ദി എബിലിറ്റി ടു ഐഡൻറ്റിഫൈ റിക്കോമിനൻസ് ഓർ ട്രാൻസ്ഫോമൻസ് ആൻഡ് എലിമിനേറ്റ്സ് നോൺ റിക്കോമിനൻസ് ഓർ നോൺ ട്രാൻസ്ഫോമൻസ്. ഇങ്ങനെ പറഞ്ഞാൽ കാര്യമില്ല, മനസ്സിലായിട്ട് വേണം പഠിക്കണമെങ്കിൽ. ഓക്കെ, ക്ലിയർ ആയിട്ട് വേണം, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഓക്കെ, പുതിയതായിട്ടൊരു ടോപ്പിക്ക് പഠിക്കുന്നതാണ്. അപ്പോൾ അത് ബേസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അതിലുള്ള ഏതൊരു വേർഡും എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അല്ലെങ്കിൽ നമ്മളിപ്പോൾ എത്ര ബൈഹാർട്ട് പഠിച്ചാലും പിന്നീട് അത് മറന്നു പോകും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമൻസ്, ഇതും ട്രാൻസ്ഫോമൻസ് ആണ്. ഇത് ട്രാൻസ്ഫോമൻസ് വിച്ച് ടേക്കപ്പ് ആർ ഡി എൻ എ ആണ്. ഇത് ട്രാൻസ്ഫോമൻ വിച്ച് ഡസൻ ടേക്കപ്പ് ദ ട്രാൻസ്ഫോമൻ വിച്ച് ടേക്കപ്പ് ഓൺലി ഇതാ പ്ലാസ്മിഡ് വെക്ടറാണ്. ഓക്കെ, ഇത് ആർ ഡി എൻ എ വെക്ടറിനെ ടേക്കപ്പ് ചെയ്ത്. ഇതെന്താണ്? ദ ബാക്ടീരിയ വിച്ച് ഡസൻ ടേക്കപ്പ് എനി ഫോറിൻ ഡി എൻ എ, ഐദർ ആർ ഡി എൻ എ വെക്ടർ ഓർ പ്ലാസ്മിഡ് ഡി എൻ എ വെക്ടർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ആർ ഡി എൻ എ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ദ വെക്ടർ വിത്ത് ഡിസൈഡ് ഡി എൻ എ, റിക്കോമിനേഷൻ നടന്ന ഡി എൻ എ. ഓക്കെ, അപ്പോൾ ഈ റിക്കോമിനേഷൻ സംഭവിച്ച ആളെ അല്ലേ, റിക്കോമിനേഷൻ സംഭവിച്ച പ്ലാസ്മിഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. അതായത് ഇപ്പം നമ്മുടെ ഹോസ്റ്റ് ബാക്ടീരിയൽ സെല്ലുണ്ട്, ആ ഹോസ്റ്റ് ബാക്ടീരിയൽ സെല്ലിലേക്ക് നമ്മൾ എന്താണ് റിക്കോമിനേഷൻ എന്നുള്ള പ്രൊസീജിയർ നടത്തി. എങ്ങനെ റിക്കോമിനേഷൻ നടത്തിയ? പ്ലാസ്മിഡ് വെക്ടർ എടുത്തു, അതിലേക്ക് RNA ഇട്ട് കൊടുത്തു, അപ്പോൾ അതിൽ റെസ്ട്രിക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്ലാസ്മിഡ് DNA വെക്ടറിൻ്റെ ഈ ഫ്രാഗ്മെൻറ്റ്സിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡിസൈഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തു അല്ലേ. അപ്പോൾ ചില പ്ലാസ്മിഡ് എന്താണ് ഡിസൈഡ് DNA ടേക്കപ്പ് ചെയ്ത് RDNA ആയിട്ടുണ്ട്, ചിലത് RDNA ആയിട്ടില്ല. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ നമ്മൾ ബാക്ടീരിയൽ കൾച്ചറിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ബാക്ടീരിയാസ് ചിലരെ ടേക്കപ്പ് ചെയ്യും ആരെ? RDNA എങ്കിൽ അത് ട്രാൻസ്ഫോമൻസ് ആണ്. ട്രാൻസ്ഫോമൻസ് വിത്ത് റിക്കോമിനൻ്റ് DNA പ്ലാസ്മിഡ് വെക്ടർ അല്ലേ. ചിലർ ആരെ ടേക്കപ്പ് ചെയ്യും? ട്രാൻസ്ഫോമൻസ് തന്നെയാണ്. ബാക്ടീരിയ ടേക്കപ്പ് ദ പ്ലാസ്മിഡ് വെക്ടർ ഓൺലി. ഓക്കെ, അപ്പോൾ അവർ ട്രാൻസ്ഫോമൻസ് തന്നെയാണ്, പക്ഷെ അവിടെ റിക്കോമിനേഷൻ നടന്നിട്ടുള്ള പ്ലാസ്മിഡിനെ എല്ലാം ഇൻടേക്ക് ചെയ്ത് അതിന് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ ചില ബാക്ടീരിയാസ് ആരെയും ടേക്കപ്പ് ചെയ്യില്ല അല്ലേ. റിക്കോമിനൻ്റ് DNA ടേക്കപ്പ് ചെയ്യില്ല, പ്ലാസ്മിഡ് വെക്ടർ DNA ടേക്കപ്പ് ചെയ്യില്ല. അവരെന്ത് പറയും? നോൺ ട്രാൻസ്ഫോമൻസ് എന്ന്. ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇത് നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ ആരെയാണ്? ദ ട്രാൻസ്ഫോമൻസ് വിത്ത് റിക്കോമിനൻ്റ് പ്ലാസ്മിഡ് വെക്ടർ, അതിനെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ അവരെ മാത്രം സെലക്ട് ചെയ്യാനും, ബാക്കി ആരെയാണ് ആവശ്യമില്ലാത്ത നോൺ ട്രാൻസ്ഫോമൻസ് അല്ലേ. നോൺ ട്രാൻസ്ഫോമൻസിനെയും പ്ലസ് ട്രാൻസ്ഫോമൻസ് വിത്ത് നോൺ റിക്കോമിനൻസിനെ എലിമിനേറ്റ് ചെയ്യാനും ആര് സഹായിക്കുന്നുണ്ട്? സെലക്റ്റബിൾ മാർക്കേഴ്സ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസ്
സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നമ്മൾ ഡെഫിനിഷനിൽ ഇത്രേ പറയുന്നുള്ളൂ. എന്താണ്? സെലക്ടബിൾ മാർക്കേഴ്സ് ആർ ദി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ട്രാൻസോമൻസ് വിത്ത് റിക്കോമിനൻ്റ് DNA എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയറായി. ഓക്കെ, ആൻഡ് എലിമിനേറ്റ്സ് the non-transomens and also the transomens with the plasmid DNA only. ഓക്കെ, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നു എന്ന് മാത്രം, നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ മാത്രം പറഞ്ഞാലും മതി. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് എന്താണ് ഈ പ്രൊസീജിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഹൗ വി ക്യാൻ ഐഡൻറ്റിഫൈ ട്രാൻസോമൻസ് വിത്ത് റിക്കോമിനൻ്റ് DNA ആൻഡ് എലിമിനേറ്റ് നോൺ ട്രാൻസോമൻസ്. ഓക്കെ, ഓർ നോൺ റിക്കോമിനൻസ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ത്രൂ ദ പ്രോസസ് ഓഫ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ. ദർ ആർ 2 types of insertional inactivation. Insertional inactivation by selectable markers or antibiotic resistant gene. അതായത് സെലക്ടബിൾ മാർക്കറാണ്. സെലക്ടബിൾ മാർക്കറായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തത് ആരെയാണ്? 4 ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസ് അല്ലേ. അപ്പോൾ രണ്ടും ക്ലിയർ ആണ്, രണ്ടും സെയിം തന്നെയാണ്. ഇൻസേഷണൽ ഇനാക്ടിവേഷൻ ബൈ സെലക്ടബിൾ മാർക്കർ എന്ന് പറഞ്ഞാലും ഇൻസേഷണൽ ഇനാക്ടിവേഷൻ ബൈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡ്, ഈ ഒരു മെത്തേഡ് കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ട് അതിന്. അപ്പോൾ അതിലും കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ എന്നുള്ള ടോപ്പിക്കിൽ തന്നെ. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡാണ് സെക്കൻഡ് മെത്തേഡ്, ഇൻസേഷണൽ ഇനാക്ടിവേഷൻ ബൈ എൻസൈം ബീറ്റാ ഗാലക്ടോസിഡേസ്. ഏത് എൻസൈമാണ്? ഇൻസേഷണൽ ഇനാക്ടിവേഷൻ ബൈ എൻസൈം ബൈ യൂസിങ് എൻസൈം ബീറ്റാ ഗാലക്ടോസിഡേസ്. ബീറ്റാ ഗാലക്ടോസിഡേസ് എന്നുള്ള എൻസൈം ഉപയോഗിച്ചിട്ടുള്ള ഇൻസേഷണൽ ഇനാക്ടിവേഷൻ. ഈ മെത്തേഡിനെ പറയുന്ന വേറൊരു പേരാണ് ബ്ലൂ വൈറ്റ് സെലക്ഷൻ മെത്തേഡ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും പറഞ്ഞത് ഇത് നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. എന്താണ് ട്രാൻസോമൻസ്, റിക്കോമിനൻസ്, നോൺ ട്രാൻസോമൻസ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നമ്മളെ ഈ പ്രൊസീജിയറിലേക്ക് പോവാം. എന്താണ്? ഇൻസേഷണൽ ഇനാക്ടിവേഷൻ. ഇൻസേഷണൽ ഇനാക്ടിവേഷൻ ശ്രദ്ധിച്ചിരിക്കുക, നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ടെക്സ്റ്റിൽ ഡയറക്റ്റായിട്ട് ഒന്നും നല്ലൊരു സ്റ്റെപ്പായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് സാധാരണ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. അതാണ് നമ്മളിപ്പോൾ സ്റ്റെപ്പായിട്ട് ക്ലിയർ ആയിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ? ഒന്നാമത്തെ മെത്തേഡ് ഇൻസേഷൻ ഇനാക്ടിവേഷൻ ബൈ എന്താണ്? ആൻറ്റിബയോട്ടിക് resistant gene or resistant gene or സെലക്ടബിൾ മാർക്കർ. ഇവർ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഇൻസേഷൻ ആക്ടിവേഷൻ എന്നുള്ള പ്രോസസ്സ് നടത്താം. ഓക്കെ, ക്ലിയർ ആയല്ലോ? എങ്ങനെ നമുക്ക് ട്രാൻസോമൻസിനെ മനസ്സിലാക്കാം, നോൺ ട്രാൻസോമൻസിനെ എടുത്ത് കളയാം. ഓക്കെ, പറയാൻ പോവാണ് കേട്ടോ, ശ്രദ്ധിക്കുക. അതായത് ഇങ്ങനെ ഒരു ഫിഗർ വരച്ചിട്ട് തന്നെ നിങ്ങൾ എക്സാമിന് എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. ഇതൊരു പ്ലാസ്മിഡ് വെക്ടറാണ്. ഒരു പ്ലാസ്മിഡ് വെക്ടർ വരയ്ക്കുക. ഇത് നമ്മൾ ടാബിൽ വരയ്ക്കുന്നതുകൊണ്ടാണ് കേട്ടോ റൗണ്ട് ക്ലിയർ ആവാത്തത്. റൗണ്ട് ക്ലിയർ ആക്കി എടുക്കണോ? ഷേപ്സ് എടുത്താൽ വേണ്ട, ജസ്റ്റ് ഒരു പ്ലാസ്മിഡ് വെക്ടർ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് വരയ്ക്കാം. നമ്മൾ പഠിച്ച PBR 322 ആണെന്ന് വിചാരിക്കുക. PBR 322 എന്തുണ്ട്? ഇവിടെ ടെട്രാസൈക്ലിക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ, ഇതാണ് മാർക്കർ ജീൻ. ഇവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ട്രാൻസോമൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും നോൺ ട്രാൻസോമൻസിനെ ഡിലീറ്റ് ചെയ്യുന്നതും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഫിഗർ വരയ്ക്കുക കേട്ടോ. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ ഫിഗർ ഒന്ന് വരയ്ക്കുക. ഇത്രയും വരച്ചാൽ മതി, എല്ലാ PBRൻ്റെ എല്ലാ ഭാഗമൊന്നും വരയ്ക്കണ്ട. ടെട്ടാർ ആൻഡ് ആംബർ. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കുക. ഞാൻ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ആംബിസിലിൻ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന സെലക്ടബിൾ മാർക്കർ ടെട്ടാർ. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇവിടെ ടെട്ടാറിലുള്ള ഒരു റെക്കഗ്നിഷൻ സൈറ്റാണ് BAMH1. ഓർമ്മയുണ്ടോ പഠിച്ചത്? ഇതാണ് ടെട്രാസൈക്ലിക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ. ഇവിടെയുള്ള ആരാണത്? ഇവിടെയുള്ള
റെക്കഗ്നേഷൻ സൈറ്റ് ഓഫ് വിച്ച് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് BAMH1. അത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്കൊരു വേണമെങ്കിലൊരു നമ്മളുടെ PBRൻ്റെ ഒരു ഫിഗർ എടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്, ഇതാണ് BAMH1 എന്ന് പറയുന്ന നമ്മുടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ഇത് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, BAMH1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിൻ്റെ റെക്കഗ്നേഷൻ സൈറ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ സീക്വൻസ് എന്തായിരിക്കും, ഇവിടെ നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ ഇവിടുത്തെ സീക്വൻസ് ആണ് GAATTC ഈസ് ദ റെക്കഗ്നേഷൻ സൈറ്റ് ഓഫ് എക്കോ R1, GGATCC. മനസ്സിലായല്ലോ. അപ്പം നമ്മൾ ഈ വരച്ചിരിക്കുന്നവരൊക്കെ ആരാണ്, ഇതൊക്കെ ആരാണ്, ഇവിടെ BAMH1ൻ്റെ റെസ്ട്രിക്ഷൻ സൈറ്റ് ഉണ്ടായിരിക്കും. ഇവിടെ SAL1ൻ്റെ റെക്കഗ്നേഷൻ സൈറ്റ് ഉണ്ടായിരിക്കും. HindIIIൻ്റെ റെക്കഗ്നേഷൻ സൈറ്റ് ഉണ്ടാവും. അത് പറഞ്ഞല്ലോ ഓൾറെഡി. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഈ ഒരു പ്ലാസ്മിഡ് വെക്ടർ, ഇതൊരു പ്ലാസ്മിഡ് വെക്ടറാണ്, PBR322 ആണ്. ഈ PBR322ലേക്ക് ഇതെന്താണ്, നമ്മൾ RDNA ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന കാരിയറാണ്. കാരിയർ ഓർ വെഹിക്കിൾ ഓർ വെക്ടറാണ്. ഏത് വെക്ടറാണ്, പ്ലാസ്മിഡ് വെക്ടറാണ്. ആർട്ടിഫിഷ്യലി റീകൺസ്ട്രക്ട് ചെയ്ത പ്ലാസ്മിഡ് വെക്ടറാണ്. ഓക്കെ, ഇതിലേക്ക് ഈ പ്ലാസ്മിഡ് വെക്ടർ ഉണ്ടല്ലോ, ഇതാണ് പ്ലാസ്മിഡ്. ഈ പ്ലാസ്മിഡിലേക്ക് ഒരു ഇൻസേഷൻ ചെയ്തു. ആരാണ് ഇൻസേഷൻ ഉണ്ടാക്കുന്നത്, കട്ട് ഉണ്ടാക്കുന്നത്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ഏത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ആണ് ഇവിടെ ഉപയോഗിച്ചത്, BAMH1 സൈറ്റ് അല്ലേ. ഇതിൻ്റെ ടെട്രാസൈക്ലിക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ അല്ലെങ്കിൽ സെലക്ടബിൾ മാർക്കർ ജീനിൽ ആണ് ഏത് സൈറ്റ് ഉള്ളത്, റെക്കഗ്നേഷൻ സൈറ്റ് ഓഫ് BAMH1 ഉള്ളത്. ഇവിടേക്ക് BAMH1 എന്ന് പറയുന്ന ഈ പ്ലാസ്മിഡിലേക്ക് BAMH1 എന്ന് പറയുന്ന RNA ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ RN വന്ന് എവിടെ കട്ടുണ്ടാക്കും, ഇവിടെ കട്ടുണ്ടാക്കും അല്ലേ. അതായത് ഈ ഭാഗത്ത് കട്ടുണ്ടാക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഈ ഭാഗത്ത് ഇതൊരു കട്ടുണ്ടാക്കും. ഈ ഭാഗത്ത് കട്ടുണ്ടാക്കിയാൽ BAMH1ൻ്റെ ഇവിടെ നിന്ന് കട്ടുണ്ടാക്കിയാൽ എന്താ സംഭവിക്കുക, അതൊരു പ്ലാസ്മിഡ് DNA വെക്ടർ, ഒരു പോർഷൻ ഓഫ് ഒരു കുഞ്ഞൊരു പോർഷൻ മാറും അല്ലേ. അപ്പോൾ ഇനി ഇവിടേക്ക് ആരാണ് ഇൻസേർട്ട് ചെയ്യുക, ഒരു അലൈൻ DNA വന്ന് ഇൻസേർട്ട് ചെയ്യും. ഒരു അലൈൻ DNA. അലൈൻ DNA എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്, അലൈൻ DNA, ഡിസൈഡ് DNA അല്ലേ. ഒരു ഡിസൈഡ് DNA ഇവിടേക്ക് വരും. അപ്പോൾ ഈ ഡിസൈഡ് DNA വന്നിട്ട് ഈ BAMH1 ഇട്ട് കൊടുത്തു. അപ്പോൾ അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ടാക്കി. അപ്പോൾ അവിടേക്ക് നമ്മൾ ഈ പ്ലാസ്മിഡിൻ്റെ വെക്ടറിലേക്ക് നമ്മൾ ആരിട്ട് കൊടുത്തു, ഡിസൈഡ് DNA ഇട്ട് കൊടുത്തു. അപ്പോൾ ഡിസൈഡ് DNA വന്ന് എവിടെ, ഈ ഡിസൈഡ് DNA ഉണ്ടാക്കിയത് എന്തുപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തത്, BAMH1 തന്നെ. അപ്പോൾ ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സ്റ്റിക്കി എൻഡ് ഉണ്ടാവും. എന്നിട്ട് അത് ഇവിടെ വന്ന് ഈ DNA ഇവിടെ വന്നിട്ട് കൂടിച്ചേരും. അപ്പോൾ ഇതെന്തായി, റീകോംബിനൻ്റ് DNA ആയി അല്ലേ ഇപ്പോൾ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ വെറുതെ ഇരുന്ന ഒരു പ്ലാസ്മിഡിലേക്ക് ആരെ ഇട്ട് കൊടുത്തു, ആരെയാണ് ഇട്ട് കൊടുത്തത്, ഇതാണ് വെറുതെ ഇരുന്ന ഒരു പ്ലാസ്മിഡ്. ഈ പ്ലാസ്മിഡിലേക്ക് RNA ഇട്ട് കൊടുത്തു. ഏത് RNA ആണ്, BAMH1ലേക്ക് ഇട്ട് കൊടുത്താൽ എവിടെ വന്നാൽ കട്ടുണ്ടാക്കുക, എവിടെയാണ് BAMH1ൻ്റെ സൈറ്റ് ഉള്ളത്, ടെട്രാസൈക്ലിക് ആൻറ്റിബയോട്ടിക്. അപ്പോൾ ഇതിവിടെ വന്ന് കട്ടുണ്ടാക്കി. അപ്പോൾ എന്തായി, ഒരു കുഞ്ഞു പോർഷൻ മുറിഞ്ഞുപോയി. ഇനി അതിലേക്ക് RN BAMH1 ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്തെടുത്ത ആരെ, ഡിസൈഡ് DNA ഇട്ട് കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഈ ഡിസൈഡ് DNA ഇട്ട് കൊടുത്തു. അപ്പോൾ അത് കോംപ്ലിമെൻ്ററി സ്റ്റിക്ക് എൻഡ് വരുമ്പോൾ അത് ഇവിടെ വന്ന് യോജിക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് DNA ലിഗേസ്. അപ്പോൾ ആരുണ്ടാവും, റിക്കോംബിനൻ്റ് DNA ഉണ്ടാവും. ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ റിക്കോംബിനേഷൻ സംഭവിച്ചു. അതെന്തായി, റീകോംബിനൻ്റ് DNA ആയി. ഈ പ്ലാസ്മിഡ് വെക്ടർ ഇപ്പം എന്തായി, റീകോംബിനൻ്റ് DNA ആയി. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്താണ് പറയട്ടെ, ക്ലിയർ ആയിട്ട് പറയാൻ പോവാണ്, ശ്രദ്ധിക്കുക. എന്താണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ആണ് അല്ലേ, BAMH1. അലൈൻ DNA, ഇതാണ് അലൈൻ DNA ഓർ ഫോറിൻ DNA ഓർ ഡിസൈഡ് DNA. ഓക്കെ, നിങ്ങൾ ചിലർ അലൈൻ DNA ഏലിയൻ DNA എന്ന് പറയും കേട്ടോ. ഞാൻ പ്രൊനൗൺസ് ചെയ്യുക ALIEN DNA എന്ന് പറഞ്ഞാൽ എ പീസ് ഓഫ് DNA, ഫോറിൻ DNA ഓർ ഡിസൈഡ് DNA. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എ ഡിസൈഡ് DNA ഓർ അലൈൻ DNA ഓർ ഫോറിൻ DNA മൂന്നും സെയിം ആണ്.
ഈസ് ഇൻസേർട്ടഡ്. എവിടേക്ക് ഇൻസേർട്ട് ചെയ്തു? ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്തു. ഇൻസേർട്ടഡ് ഇൻ ടു ദി ഏത് സൈറ്റിലേക്കാ? BAMH1 സൈറ്റ് ഓഫ് ദി tetracyclic antibiotic resistant gene. ഒന്നുകൂടി പറഞ്ഞേ. When an aligned DNA or foreign DNA or desired DNA is inserted into the BAMH1 സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? BAMH1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് പ്ലാസ്മിഡിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് കട്ട് ചെയ്തിട്ടുണ്ടാക്കുക? ടെട്രാസൈക്ലിക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനിലാണ്, സെലക്റ്റബിൾ മാർക്കറിലാണ് BAMH1 സൈറ്റിൽ. അവിടെയാണ് കട്ട് ചെയ്തിട്ട് ഒരു പോർഷൻ കളഞ്ഞിരിക്കുന്നത്. ആ പോർഷനിലേക്ക് ആര് ഇൻസേർട്ട് ചെയ്തു? അലൈൻ DNA ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ റീകോമ്പിനേഷൻ നടന്ന DNA ആയി, റീകോമ്പിനേഷൻ നടന്ന പ്ലാസ്മിഡായി. അപ്പോൾ അതിനെ rDNA വെക്ടർ എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ പേരെന്തായി? വെറും പ്ലാസ്മിഡ് PBr322 ഇപ്പോൾ എന്തായി? rDNA പ്ലാസ്മിഡ് വെക്ടർ ആയി. ഓക്കെ, വെറും PBr322 പാരായി rDNA പ്ലാസ്മിഡ് വെക്ടറായി. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? വെൻ എൻ അലൈൻ DNA ഓർ ഡിസീഡ് DNA ഓർ ഫോറിൻ DNA ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദി എവിടേക്കാണ് ഇൻസേർട്ട് ചെയ്തത്? ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദി എവിടേക്ക് ഇൻസേർട്ട് ചെയ്തു? BAMH1 സൈറ്റ് ഓഫ് ദി ടെട്രാസൈക്ലിക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇറ്റ്സ് ടെട്രാസൈക്ലിക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റിവിറ്റി ഈസ് ലോസ്റ്റ് ഓർ ഇനാക്ടിവേറ്റഡ്. അതുകൊണ്ടാണ് ഇൻസേർട്ട് ചെയ്തപ്പോൾ ഇനാക്ടിവേറ്റ് ചെയ്തു എന്നുള്ള ടേമിൽ ഇൻസേഷണൽ ഇനാക്ടിവേഷൻ എന്നുള്ള പോയിന്റ് വന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ്? വെൻ എൻ അലൈൻ DNA ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ BAMH1 സൈറ്റ് ഓഫ് ദി ടെട്രാസൈക്ലിക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസ്, ഇറ്റ് ടെട്രാസൈക്ലിക് റെസിസ്റ്റിവിറ്റി ഈസ് ലോസ്റ്റ് ഓർ ഇനാക്ടിവേറ്റഡ്. ദിസ് ഈസ് നോൺ ഈസ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ. ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താ പറഞ്ഞത് നമ്മൾ? പോയിന്റ്സ് പറഞ്ഞത് ശ്രദ്ധിക്കുക. When an aligned DNA is inserted into the BAMH1 site of the എവിടെയാ? BAMH1 site of tetracyclic antibiotic resistant gene in vector PBr322. അപ്പോൾ എന്താ ഉണ്ടാവുക? ഇറ്റ്സ് tetracyclic resistivity is inactivated or lost and recombinant plasmid is formed. ഓക്കെ, അപ്പോൾ ഇവിടെ ലിഗേഷൻ നടന്നതുകൊണ്ട് അത് റീകോമിനൻ്റ് പ്ലാസ്മിഡായി. ഈ പ്ലാസ്മിഡ് വെക്ടറിലേക്ക് ലിഗേഷൻ നടന്നില്ല എങ്കിൽ, ഡിസൈഡ് DNA ലിഗേറ്റ് ചെയ്തില്ലെങ്കിൽ അതിനെന്താ പറയുക? നോൺ റീകോമിനൻ്റ് പ്ലാസ്മിഡ് എന്ന് പറയും. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഈ പ്ലാസ്മിഡ് റീകോമിനൻ്റ് പ്ലാസ്മിഡായി. ക്ലിയർ ആയല്ലോ? ഇഫ് ദി ലിഗേഷൻ ഈസ് ഹാപ്പൻ ഇറ്റ് ഈസ് നോൺ ആസ് റീകോമിനൻ്റ് പ്ലാസ്മിഡ് ആൻഡ് ഇഫ് ലിഗേഷൻ ഈസ് ഡസ് നോട്ട് ഒക്കർ ഇറ്റ് ഈസ് കോൾഡ് നോൺ റീകോമിനൻ്റ് പ്ലാസ്മിഡ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി എന്താണ് ഇനി നമ്മൾ എന്താ ചെയ്യുക? ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഈ പ്ലാസ്മിഡിനെ എവിടേക്ക് മാറ്റും? ഈ പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പ്ലാസ്മിഡ് ഉണ്ട്. റീകോമ്പിനേഷൻ നടന്ന പ്ലാസ്മിഡ് ഉണ്ടായിരിക്കും, റീകോമ്പിനേഷൻ നടക്കാത്ത പ്ലാസ്മിഡ് ഉണ്ടായിരിക്കും. അതിനെ എവിടേക്ക് മാറ്റും? അതായത് ബാക്ടീരിയേൻ്റെ കൾച്ചറിലേക്ക് മാറ്റും. ഓക്കെ, ഹോസ്റ്റ് സെല്ലിലേക്ക് മാറ്റും. ഇത് ഹോസ്റ്റ് സെൽ ബാക്ടീരിയത്തിലേക്ക് മാറ്റും. റീകോമിനൻ്റ് DNA നമ്മളിവിടേക്ക് മാറ്റും. ക്ലിയർ ആയല്ലോ? ഈ ഗ്രീൻ കളറിൽ വരയ്ക്കുന്നത് നമ്മൾ റീകോമിനൻ്റ് DNA ആണ് കേട്ടോ. റീകോമിനൻ്റ് DNA നമ്മളിതിലേക്ക് മാറ്റും. റീകോമിനൻ്റ് DNA ബാക്ടീരിയൽ സെൽ കോളനിയിലേക്ക് മാറ്റും. അപ്പോൾ എന്ത് ചെയ്യും? ഈ കോളനിയിലേക്ക് മാറ്റും. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു ഈ ബാക്ടീരിയൽ കോളനീസ് 3 ടൈപ്പ് ഉണ്ട് അല്ലേ? അതായത് റീകോമിനൻ്റ് DNA ടേക്കപ്പ് ചെയ്യുന്ന 3 ടൈപ്പുള്ള ബാക്ടീരിയൽ കോളനീസ് ഉണ്ട്. 1 ഇതൊരു ബാക്ടീരിയ, 2, 3. അതായത് റീകോമിനൻ്റ് ബാക്ടീരിയനെ ഇൻടേക്ക് ചെയ്യുന്നവരുണ്ട്. ഇനി ഈ റെഡ് കളറിൽ വരയ്ക്കുന്നത് നോൺ റീകോമിനൻ്റ് പ്ലാസ്മിഡ് വെക്ടർ. ഇനി എന്താണ്? നോൺ റീകോമിനൻ്റ് പ്ലാസ്മിഡ് വെക്ടറിനെ ഇൻടേക്ക് ചെയ്തവരുണ്ട്, ആരും ഇൻടേക്ക് ചെയ്യാത്തവരും ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും അപ്പോൾ എന്താണ്? ട്രാൻസ്ഫോമൻസ് ആണ്. ഇത് രണ്ടും ആരാണ്? നോൺ ട്രാൻസ്ഫോമൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ക്ലിയർ ആയി അല്ലേ? ഇനി നമ്മൾ ഈ കണ്ടീഷനെ മൊത്തം ഇതുപോലെ, അതായത് നമ്മൾ കുറച്ച് പ്ലാസ്മിഡ് എടുത്തു, അതിനെ കട്ട് ചെയ്തു അറിയാൻ ഉപയോഗിച്ചിട്ട്,
ആ BAMH1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ കട്ട് ചെയ്തു. ആ കട്ട് ചെയ്ത സെയിം RNA ഉപയോഗിച്ച് കട്ട് ചെയ്ത ഡിസൈഡ് DNA അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ചില പ്ലാസ്മിഡ് വെക്ടറിൽ ലിഗേഷൻ നടന്നിട്ട് റിക്കോമിനൻ്റ് DNA പ്ലാസ്മിഡ് വെക്ടർ ഉണ്ടാവും, ചിലരിൽ റിക്കോമിനേഷൻ നടക്കില്ല. ഈ മൊത്തം കണ്ടീഷനെ നമ്മൾ ബാക്ടീരിയൽ കൾച്ചറിലേക്ക്, ബാക്ടീരിയ ഒരു ഒരു പെട്രി ഡിഷ് എടുത്തിട്ട് ബാക്ടീരിയയുടെ കൾച്ചർ മീഡിയ ഈക്വളായി ബാക്ടീരിയ വളരുന്നു, അതിലിട്ട് കൊടുത്തു. ആ ബാക്ടീരിയ വളരുന്ന ഒരു കൾച്ചറിലേക്ക് ഈ മൊത്തം സെറ്റപ്പ് നമ്മൾ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, ചില ബാക്ടീരിയാസ് ടേക്കപ്പ് റിക്കോമിനൻ്റ് DNA, ചില ബാക്ടീരിയാസ് ടേക്കപ്പ് നോർമൽ PBr322. റിക്കോമിനേഷൻ നടക്കാത്തവരെ ചിലർ ആരെയും ടേക്കപ്പ് ചെയ്യില്ല. അപ്പോൾ റിക്കോമിനൻ്റ് DNA ടേക്കപ്പ് ചെയ്തവരെയും വെറും പ്ലാസ്മിഡിനെ ടേക്കപ്പ് ചെയ്ത ബാക്ടീരിയനും ട്രാൻസ്ഫോമൻസ് എന്ന് പറയും. അല്ലാത്തവരെ ആരെയും ടേക്കപ്പ് ചെയ്യാത്തവരെ നോൺ ട്രാൻസ്ഫോമൻസ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഈ മൊത്തം ഈ കണ്ടീഷൻ ഇതിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതായത് ആരെ ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്, ഈ ബാക്ടീരിയ ആരെ ടേക്കപ്പ് ചെയ്തു, ബ്ലാക്ക് കളറിൽ, ഇത് വെറും പ്ലാസ്മിഡിനെ. ചിലരാരെ ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് കളർ. അത് ബ്ലാക്ക് കളർ ഉദ്ദേശിക്കുന്നത് റിക്കോമിനൻ്റ് DNA. ഓക്കെ, ചിലരാരും ടേക്കപ്പ് ചെയ്യാത്തവരുണ്ട്. ഈ മൊത്തം കണ്ടീഷനെ നമ്മൾ ഇനി എന്ത് ചെയ്യും, പ്ലേറ്റഡ് വിത്ത് ഓക്കെ. ഇനി ഈ മൊത്തം കണ്ടീഷനെ ദെൻ ദാറ്റ് കണ്ടീഷൻ ഈസ് പ്ലേറ്റഡ് വിത്ത് അല്ലെങ്കിൽ പ്ലേറ്റിംഗ് വിത്ത് ആംബിസിലിൻ കണ്ടെയ്നിങ് മീഡിയം. ഇതിലൊക്കെയാണ് ദെൻ ദിസ് കണ്ടീഷൻ ഈസ് പ്ലേറ്റഡ് വിത്ത് ആംബിസിലിൻ കണ്ടെയ്നിങ് മീഡിയം. അത് കഴിഞ്ഞിട്ട് ഇതിനെ ആംബിസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് മാറ്റും. മൊത്തം ഈ കണ്ടീഷനെ ടെട്രാസൈക്ലിക് മീഡിയത്തിൽ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് എന്താ മനസ്സിലാവുക, റിക്കോമിനൻ്റ് ആയിട്ടുള്ള പ്ലാസ്മിഡ്സ് ഓൺലി ഗ്രോ ഇൻ ആംബിസിലിൻ കണ്ടെയ്നിങ് മീഡിയം. എന്തുകൊണ്ടാണ് ആംബിസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ? അതായത് വെൻ റീകോമ്പിനേഷൻ ഹാപ്പൻ ടെട്രാസൈക്ലിക് റെസിസ്റ്റിവിറ്റി ഈസ് ലോസ്റ്റ്. സോ റീകോമിനൻ്റ് DNA ആംബിസിലിനും മാറ്റും, അത് കഴിഞ്ഞ് മൊത്തം അതിൻ്റെ സെക്കൻഡ് ടെട്രാസൈക്കിളും. പക്ഷേ ആംബിസിലിന് മാത്രം ആണ് റീകോമിനൻ്റ് DNA വളരുള്ളൂ. അപ്പോൾ ആംബിസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ വളരുന്നവരാണ് റിക്കോമിനൻ്റ്. ഓക്കെ, ഇനി ടെട്രാസൈക്ലിക് മീഡിയത്തിൽ വളരുന്നവരോ അവർ മൊത്തം നോൺ റിക്കോമിനൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നോൺ റിക്കോമിനൻസിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, അവനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ എന്താണ് റിക്കോമിനൻസ് ഗ്രോ ഓൺലി ഇൻ ആംബിസിലിൻ കണ്ടെയ്നിങ് മീഡിയം ബട്ട് നോട്ട് ഓൺ ടെട്രാസൈക്ലിക് മീഡിയം എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് when recombination is അല്ലെങ്കിൽ ligation of desired DNA is happened with the plasmid PBr322 അല്ലെങ്കിൽ recombination is happen, the plasmid lost its tetracyclic റെസിസ്റ്റിവിറ്റി, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റിവിറ്റി. ഓക്കെ, അപ്പോൾ അതിന് ഈ കണ്ടീഷൻ ഇങ്ങനെയായിട്ടുള്ള റിക്കോമിനേഷൻ നടന്നവരെ ആദ്യം ആംബിസിലിൽ മാറ്റും, പിന്നെ ആംബിസിലിൽ അത് ഗ്രോ ചെയ്യും, പക്ഷേ ടെട്രാസൈക്ലിനിൽ അത് ഗ്രോ ചെയ്യില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവും? നോൺ റിക്കോമിനൻസ് ഗ്രോ ഇൻ ടെട്രാസൈക്ലിക് കണ്ടെയ്നിങ് മീഡിയം അല്ലേ. റിക്കോമിനൻസ് ഗ്രോ ഓൺലി ഇൻ ആംബിസിലിൻ കണ്ടെയ്നിങ് മീഡിയം. അപ്പോൾ നമുക്ക് നോൺ റിക്കോമിനൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിലീറ്റ് ചെയ്യാനും റിക്കോമിനൻസിനെ സെലക്ട് ചെയ്യാനും പറ്റും. ക്ലിയർ ആയല്ലോ? ഇതാണ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ ബൈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞത്? വെൻ എൻ അലൈൻ DNA ഈസ് ഇൻസേർട്ടഡ്, അലൈൻ DNA, ഡിസൈഡ് DNA or foreign DNA is inserted into the BIMH1 site of tetracyclic antibiotic resistant gene, it's when recombination is happen അല്ലേ. ഇൻസേർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ when ligation or recombination is happen, its tetracyclic resistivity is lost. That means recombinant DNA plasmid does not have the tetracyclic antibiotic resistivity. Okay, clear ആയല്ലോ? Then ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പറയുന്നില്ല ടെക്സ്റ്റിൽ, എന്തെങ്കിലും നമ്മൾ പറയാണ്. ഈ റിക്കോമ്പിനേഷൻ നടന്ന പ്ലാസ്മിഡിനെ നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് എവിടേക്കാണ് മാറ്റുക? ഹോസ്റ്റ് സെല്ലിലേക്ക് മാറ്റും അല്ലേ. ഹോസ്റ്റ് സെല്ലായ ബാക്ടീരിയം. അപ്പോൾ ഈക്വളൈ ബാക്ടീരിയത്തിനെ കൾച്ചർ ചെയ്യുന്ന ഒരു പെട്രി ഡിഷസിലേക്ക് നമ്മൾ ഈ മൊത്തം റിക്കോമ്പിനേഷൻ നടന്നതും നടക്കാത്തതുമായിട്ടുള്ള ഈ പ്ലാസ്മിഡ്സിനെയൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. സം ബാക്ടീരിയ ടേക്കപ്പ് റിക്കോമിനൻ്റ് DNA, some take up only the normal plasmid PBr322 and some does not take up any
any foreign DNA. So ഏതൊക്കെയാണ് the bacteria which take up recombinant DNA and non-recombinant DNA are known as transformants. which does not take anybody is known as non-transformants. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് റിക്കോമിനൻസിനെ എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. then these condition all condition is plating with first plating with ampicillin containing medium. then again it is plated with എവിടേക്കാ അല്ലെങ്കിൽ then these transformants are again transferred to tetracyclic containing medium. The recombinants grow only in ampicillin containing medium. Why? Because when recombination or ligation of aligned DNA is happen with the plasmid vector, that is in the recombinant DNA plasmid, if recombination is happen, its tetracyclic resistivity is lost. So the recombinant grow only in ampicillin containing medium. The non-recombinants is grow in tetracyclic containing medium and both രണ്ടിലും വളരും അല്ലേ. പക്ഷേ നമുക്ക് ടെട്രാസൈക്ലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ വളർന്നവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളയാം. നമുക്ക് ആവശ്യമുള്ള റിക്കോമിനൻസ് എവിടെ വളരാം? ആംബിസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിലാണ്. അവരെ നമുക്ക് സെലക്ട് ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഇതാണ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ ബൈ മീൻസ് ഓഫ് എന്ത് മെത്തേഡ് എന്ന് പറയുന്നത്? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? പിന്നെ നമ്മളിത് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താ പറയേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ്, when an aligned DNA or designed DNA is inserted into the BAMH1 site of the tetracyclic antibiotic resistant gene, that means if the ligation or insertion or recombination is happened, the tetracyclic resistivity of that plasmid is lost. Recombinant DNA has lost the tetracyclic antibiotic resistivity. Okay. Then that condition of plasmid, then these plasmid are, ഇത് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നില്ല, പക്ഷെ നമുക്കറിയാം സ്റ്റെപ്പ് പ്രൊസീജിയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ റിക്കോമിനൻ്റ് DNA ഇനി എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക? RDNA പ്ലാസ്മിഡ്. റിക്കോമിനേഷൻ നടന്നവരായാലും നടക്കാത്തവരായാലും പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക? ട്രാൻസ്ഫർ ടു ഹോസ്റ്റ് സെൽ ബാക്ടീരിയം അല്ലേ. അപ്പോൾ ഈക്കോളൈനെ വളർത്തുന്ന ഒരു കൾച്ചർ മീഡിയത്തിലേക്ക് നമ്മൾ ഈ RDNA-നെയും റിക്കോമിനേഷൻ നടന്നവരെയും നടക്കാത്തവരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യും. Some bacterial cell take up recombinant DNA while other take up non-recombinant DNA. Some does not take up anybody. Okay. ഇനി എന്താ ചെയ്യുക? This condition is first treated with or plated with the ampicillin containing medium. Then it is transferred to അല്ലെങ്കിൽ again plated to ampicillin tetracycline containing medium. Okay. The recombinant will grow only in ampicillin containing medium because recombinant DNA has lost the tetracyclic resistivity when a foreign DNA is inserted into it. Okay, clear ആയല്ലോ? അതായത് recombinant DNAക്ക് ഒരിക്കലും tetracyclic resistivity ഉണ്ടായിരിക്കില്ല. Okay, so the non-recombinants grow in എവിടെയായിരിക്കും? ടെട്രാസൈക്ലിക് കണ്ടെയ്നിങ്. അപ്പോൾ ടെട്രാസൈക്ലിക് കണ്ടെയ്നിങ് മീഡിയത്തിൽ വളർന്നവരെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം അല്ലേ. ആംബിസിലിൻ കണ്ടെയ്നിലുള്ളവരായിരിക്കും ആംബിസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിലുള്ളവരായിരിക്കും റിക്കോമിനൻസ്. ക്ലിയർ ആയല്ലോ? അങ്ങനെ നമുക്ക് റിക്കോമിനൻസിനെയും നോൺ റിക്കോമിനൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ ട്രാൻസ്ഫോമൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും നോൺ ട്രാൻസ്ഫോമൻസിനെ എലിമിനേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം നമ്മൾ ഇത്രയും മനസ്സിലായി അല്ലേ? ഇതാണ് ഫസ്റ്റ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ ബൈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? ഈ ഒരു ടൈപ്പ് ലിഗേഷനാണ്. അതായത് ഈ ടെട്രാസൈക്ലിക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ എന്ന് പറയുന്ന സൈറ്റിലുള്ള സെലക്റ്റബിൾ മാർക്കറിലുള്ള റെക്കഗ്നീഷൻ സൈറ്റ് ആരുടെയാണ്? BAMH1. അതിലേക്കാണ് ലിഗേഷൻ നടന്നത്. ഓക്കെ, പക്ഷേ നമ്മളിനി പറയാൻ പോകുന്നത് വേറൊരു തരത്തിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് വെൻ എൻ അലൈൻ DNA ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദി, ഇവിടെയുള്ള സൈറ്റ് ഏതാ? PST1 PVU1 എക്വാർ1 ഇല്ല, അത് ഇവിടെയാണ് വരുന്നത്. നമ്മുടെ ആംബിസിലിൻ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റിവിറ്റിയിലുള്ള 2 റെക്കഗ്നീഷൻ സൈറ്റ്സ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ റെക്കഗ്നീഷൻ സൈറ്റ് ഏതൊക്കെയാണ്? 2 എണ്ണത്തിൻ്റെ PST1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ. അപ്പോൾ നമ്മളിങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. വെൻ എൻ
foreign DNA or ln DNA is inserted into the PST1 site of the AMBR. What happened? How you can identify the recombinant one and eliminate the non-transformants എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മളിത് അറ്റൻഡ് ചെയ്യും? അപ്പോൾ നമ്മൾ എന്താ പറയുക? when an aligned DNA is inserted into the PST1 site of the ampicillin antibiotic resistant genes, its ampicillin antibiotic resistivity is lost. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ആംബിസിലിൻ റെസിസ്റ്റിവിറ്റിയാണ് ലോസ്റ്റ് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തപ്പോൾ ഈ റെസിസ്റ്റിവിറ്റി ലോസ്റ്റ് ചെയ്തു. ഇനി എന്താ നമ്മൾ പറയുക? then it is transferred to the bacterial culture medium. Bacteria take up our DNA or normal DNA, normal plasmid DNA, or doesn't take up anybody. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക? then that condition is plated with ഫസ്റ്റ് നമ്മളിനി പറയേണ്ടത്, നേരത്തെ നമ്മൾ ടെട്രാസൈക്ലിൻ റെസിസ്റ്റിവിറ്റി ലോസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് പ്ലേറ്റ് ചെയ്ത് ആംബിസിലിനിലല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഈ ആംബിസിലിനിൽ ഇൻസേർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ റെസിസ്റ്റിവിറ്റി ലോസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ പ്ലേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ടെട്രാസൈക്ലിൻ കണ്ടെയ്നിങ് മീഡിയം, then again plated with the ampicillin containing medium. അപ്പോൾ എന്താ സംഭവിക്കുക? the recombinants will only grow in എവിടെയാണ്? ഈ കേസിലാവുമ്പോൾ ടെട്രാസൈക്കിൾ കണ്ടെയ്നിങ് മീഡിയത്തിലാണ് വളരുക അല്ലേ. ആംബിസിലിനിലെ റെസിസ്റ്റിവിറ്റി ലോസ് ചെയ്തപ്പോൾ റിക്കോമിനൻസ് എവിടെയാണ് വളരുക? ടെട്രാസൈക്കിൾ. ഓക്കെ, ടെട്രാസൈക്കിളിലാണ് ബൈൻഡ് ചെയ്യുന്നത്. ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനിലുള്ള റെക്കഗ്നൈസ് സൈറ്റിലെ ബൈൻഡ് ചെയ്യുന്ന ഇതാണ് നഷ്ടപ്പെടുക. അപ്പോൾ നമ്മൾ റിക്കോമിനൻസ് ആംബിസിലിനിൽ ഗ്രോ ചെയ്യും. ഈ ഭാഗത്തുള്ള റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വന്ന് കട്ട് ചെയ്തിട്ട് അവിടെയാണ് ലിഗേഷൻ നടക്കുന്നതെങ്കിൽ ഇതാണ് ലോസ്റ്റ് ചെയ്യുക. ഇത് ലോസ്റ്റ് ചെയ്താൽ റിക്കോമിനൻ്റ് ഡി എൻ എ ഉള്ള അല്ലെങ്കിൽ റിക്കോമിനൻ്റ് ഡി എൻ എ ഉള്ള ബാക്ടീരിയ അല്ലേ, അതെവിടെ വളരുക? ഏത് കൾച്ചർ മീഡിയത്തിലാണ് വളരുക? ഏത് മീഡിയത്തിലാണ് പ്ലേറ്റ് ചെയ്തതിലാണ് വളരുക? ടെട്രാസൈക്ലിക് കണ്ടെയ്നിങ് മീഡിയം. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ച പോലെ തന്നെയാണെന്നില്ല ക്വസ്റ്റ്യൻ ചോദിക്കുക. സെയിം നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് മാറ്റിയെഴുതണം. നമ്മളോട് ചോദിക്കുന്നത് ടെട്രാസൈക്ലിക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റിലെ റെക്കഗ്നേഷൻ സൈറ്റായ BAMH1 ബൈൻഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിക്കുന്ന ചോദിക്കുന്നെങ്കിൽ നമ്മൾ പഠിച്ച പോലെ ഇതാ. നിങ്ങളോട് ചോദിക്കുന്നത് PST1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്ത ഒരു എന്ത് ചെയ്ത ലിഗേഷൻ സംഭവിച്ച ഒരു അലൈൻ DNA ഉള്ള PBR320 നമ്മൾക്ക് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? പറയാം when an aligned DNA is inserted into the PST1 site of the AMBR antibiotic resistant gene, its ampicillin antibiotic resistivity is lost. Then that condition is plated with the tetracycline containing medium, then again plated with the ampicillin. The recombinants will only grow in എവിടെയാണ്? tetracyclic containing medium. So we can identify the recombinants and eliminate the non-recombinant എവിടെ വളരാ? ആംബിസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനും ആവശ്യമില്ലാത്തവരെ എലിമിനേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ അപ്പോൾ എങ്ങനെ ചോദിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ പറയാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ ബൈ മീൻസ് ഓഫ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പോയിൻ്റ് എന്ന് പറയൂ, വേഗം നമുക്കൊന്ന് എഴുതാം. വെനേൻ ടെക്സ്റ്റിലുള്ള പോലെ കേട്ടോ ഈ ഒരു മെത്തേഡാണ് പറയുന്നത്. നിങ്ങൾ എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നോ അതിനനുസരിച്ച് ഇതിനെ മാറ്റി എഴുതണം കേട്ടോ. അതായത് ചോദിക്കുന്നത് ആംബിസിലിനിൽ ഉള്ള റെക്കഗ്നിഷൻ സൈറ്റിലേക്ക് ഒരു ഫോറിൻ DNA ചെയ്താൽ എന്ത് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഈ BAMH1 ബൈൻഡ് ചെയ്തപ്പോഴുള്ള കാര്യങ്ങൾ പറയരുത്, കോമൺ സെൻസ് ഉപയോഗിക്കുക. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് BAMH1 ബൈൻഡ് ചെയ്ത കാര്യമാണ് പറയുന്നത്. when an foreign DNA or aligned DNA or desired DNA, ഈ മൂന്ന് പേരും കറക്റ്റ് സിനോണിംസ് ആണ് കേട്ടോ, സെയിം ആളാണ്. ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ എവിടേക്കാണ്? ഇൻ ടു ദ BAMH1 സൈറ്റ് ഓഫ് ആരുടെയാണ്? ടെട്രാസൈക്ലിക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്താൽ TET-R ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ്സ് ടെട്രാസൈക്ലിക് ആൻറ്റിബയോട്ടിക്
resistivity is inactivated or lost. That means അത് എന്താണ് സൂചിപ്പിക്കുന്നത്? അത് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നില്ല. That is when ligation or recombination happen. Ligation or recombination happen. അല്ലേ? recombination സംഭവിച്ചാൽ എന്താ ഉണ്ടാവുക? Then ligation or recombination occur. Ligation or recombination occur നടന്നാൽ എന്ത് സംഭവിക്കും? സംഭവിക്കുകയാണെങ്കിൽ അതിനെന്ത് പറയും? recombinant plasmid DNA vector or plasmid is formed. അല്ലേ? ഓക്കെ, ligation or recombination നടക്കുകയാണെങ്കിൽ recombinant DNA plasmid or vector is formed. അങ്ങനെയാണെങ്കിൽ that vector does not have എന്തുണ്ടാവില്ല? tetracycline antibiotic resistivity. ഓക്കെ, അപ്പോൾ ലിഗേഷൻ നടന്നവരിൽ, റിക്കോമിനേഷൻ നടന്നവരിൽ ടെട്രാസൈക്ലിക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റിവിറ്റി ഉണ്ടാവില്ല. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇഫ് ലിഗേഷൻ ഡസ് നോട്ട് ഒക്കർ, ലിഗേഷൻ നടന്നിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ്, അതിനെന്താ പറയുക? ഇറ്റ് ഈസ് കോൾഡ് നോൺ റിക്കോമിനൻറ്റ്. അല്ലേ? ഇതെന്തായത്? വെൻ ലിഗേഷൻ റിക്കോമിനൻറ്റ് DNA വെക്ടർ ആയിരുന്നു, അല്ലെങ്കിൽ റിക്കോമിനൻറ്റ് വെക്ടർ ആയിരുന്നു. ഇതെന്താണ്? നോൺ റിക്കോമിനൻറ്റ് പ്ലാസ്മിഡ് ആയിരിക്കും. ലിഗേഷൻ ഡസ് നോട്ട് ഒക്കർ, ഇറ്റ് ഈസ് കോൾഡ് നോൺ റിക്കോമിനൻറ്റ് പ്ലാസ്മിഡ് വെക്ടർ. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ എന്താണ് ഇൻസേഷണൽ ആക്ടിവേഷൻ? when an aligned DNA is inserted into the BIMH1 site of tetracyclic antibiotic resistant gene, its tetracyclic antibiotic resistivity is inactivated or lost. ക്ലിയർ ആയല്ലോ? അപ്പം നമ്മൾ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ പറയാൻ പോവാണ്. എന്താണ് ഇൻസേഷണൽ? ഇൻസേഷണൽ ഇനാക്ടിവേഷൻ ഈസ് ദ എന്താണ് ഇൻസേഷണൽ ആക്ടിവേഷൻ? ഈസ് ദ inactivation of antibiotic resistant gene due to the insertion or ligation or recombination of a foreign DNA into it. Okay, clear ആയല്ലോ? സോ അപ്പോൾ എന്താണ് ഇൻസേഷണൽ ആക്ടിവേഷൻ? ദ ഇൻആക്ടിവേഷൻ ഓഫ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ഡ്യൂ ടു ദ ഇൻസേഷൻ ഓർ ലിഗേഷൻ ഓർ ഡിക്കോമിനേഷൻ ഓഫ് എ ഫോറിൻ DNA into it. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആദ്യം പറഞ്ഞത് BIMH1 കയറുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇത് ജനറലായിട്ട് പറയുന്നതാണ്. അതായത് BIMH1 സൈറ്റ് ഓഫ് ടെട്രാസൈക്ലിനായാലും PST1 PV1 സൈറ്റ് ഓഫ് ആംബിസിലിനായാലും ഏതൊരു സെലക്റ്റബിൾ മാർക്കറിലെ റെക്കഗ്നിഷൻ സൈറ്റിലേക്കോ റെസ്ട്രിക്ഷൻ്റെ ന്യൂക്ലിയസ് കട്ട് ചെയ്തിട്ട് ആ ഭാഗത്തേക്ക് ഏതെങ്കിലും ഒരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്താൽ അതിൻ്റെ എന്ത് ചെയ്യും? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റിവിറ്റി നഷ്ടപ്പെടും. ഇതിനെയാണ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? വെൻ ഫോറിൻ DNA is inserted within the എവിടെയാണ്? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ അല്ലേ? ദെൻ ഇറ്റ്സ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റിവിറ്റി ഈസ് inactivated. This is known as insertional inactivation. ക്ലിയർ ആയല്ലോ? സോ അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? റിക്കോമിനൻറ്റ് DNA പ്ലാസ്മിഡ് എന്തിനുണ്ടാവും? ലോസ് വൺ ഓഫ് ദി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. അത് നിങ്ങൾ എഴുതിയാൽ മതി. റിക്കോമിനേഷൻ നടന്നവരിലാണെങ്കിൽ ഏത് ഭാഗത്തെ സെലക്റ്റബിൾ മാർക്കറിലാണോ അത് ഇൻസേർട്ട് ചെയ്തത് ആ ഭാഗത്തെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റിവിറ്റി ലോസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ എന്താ ചെയ്യുക? ദീസ് പ്ലാസ്മിഡ്സ്
അല്ലേ? റീകോമ്പിനേഷൻ നടന്നവരും റീകോമ്പിനേഷൻ നടക്കാത്തവരായിട്ടുള്ള പ്ലാസ്മിഡ്. ഇവിടെ നമ്മൾ പറഞ്ഞു നോൺ റിക്കോമിനൻ്റ് പ്ലാസ്മിഡ് വെക്ടറും ഉണ്ട്, റിക്കോമിനൻ്റ് പ്ലാസ്മിഡ് വെക്ടറും ഉണ്ട്. ബോത്ത് ദീസ് പ്ലാസ്മിഡ്സ്, ഈ രണ്ട് ടൈപ്പ് പ്ലാസ്മിഡ്സും എവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും? ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ഈക്കോളൈ സെൽസ്. 3 types of cells are formed. ഏതൊക്കെയാണത്? 3 type of cells are formed. ഏതൊക്കെയാണത്? The bacteria with recombinant DNA plasmid, that means transomens. The bacteria that take up plasmid vector, that also transomens. അല്ലേ? ഇതും ട്രാൻസോമെൻസ് ആണ്. അപ്പോൾ എന്താണ്? ട്രാൻസോമെൻസ് വിത്ത് RDNA, ട്രാൻസോമെൻസ് വിത്ത് നോൺ റിക്കോമ്പിനൻ്റ് DNA. ഓക്കെ, അടുത്തത് ബാക്ടീരിയ വിത്തൗട്ട് എനി ഫോറിൻ പ്ലാസ്മിഡ്സ്. ഓക്കെ, അതിനെന്താ പറയുക? നോൺ ട്രാൻസോമെൻസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി എങ്ങനെ സംഭവിക്കും? റീകോമ്പിനൻ്റ് പ്ലാസ്മിഡ്സ് can be selected out from non-recombinant ones by plating them first with ampicillin containing medium, then they are transferred to them എന്ന് പറയുന്നത് ആരാ? ട്രാൻസോമെൻസ്. transferred on tetracycline medium. Okay, the recombinant DNA അല്ലെങ്കിൽ recombinants grow only in, അതായത് the transomens with recombinant, അല്ലേ? ട്രാൻസോമൻ വിത്ത് നോൺ റിക്കോമിനൻസ് വളരില്ല. ആരാണ്? ട്രാൻസോമൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ വിത്ത് RDNA വിത്ത് ട്രാൻസോമൻസ്, അല്ലേ? Transomens with RDNA grow only in ampicillin containing medium, but not on tetracycline medium. Okay, but non-recombinants grow on both medium. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ ബൈ മീൻസ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചത്? അതിൽ റിക്കോമിനൻസിനെ ട്രാൻസ്ഫർ ചെയ്ത ബാക്ടീരിയാസിന്, അല്ലേ? ബാക്ടീരിയനെ നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയ, ട്രാൻസ്ഫോമൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ, ആ ട്രാൻസ്ഫോമൻസ് വിത്ത് റിക്കോമിനൻ്റ് ബാക്ടീരിയ. അപ്പം നമുക്ക് എന്താ റിക്കോമ്പിനൻസ് എന്നുള്ള വേർഡ്, റിക്കോമ്പിനേഷൻ സംഭവിച്ചവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. റിക്കോമ്പിനേഷൻ നടന്നവർക്ക് ഏതെങ്കിലും എവിടെയാണോ റിക്കോമ്പിനേഷൻ നടന്നത് ആ ഭാഗത്തുള്ള ആൻറ്റിബയോട്ടിക് റെസിസ്റ്റിവിറ്റി ലോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ലോസ് ചെയ്ത മീഡിയത്തിൽ വളരാത്തവരായിരിക്കും റീകോമ്പിനേഷൻ നടന്നവർ. അങ്ങനെ നമുക്ക് റീകോമ്പിനേറ്റ് ചെയ്ത ആൾക്കാരെ മാത്രം തിരിച്ചറിയാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഇത്രയാണ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ ബൈ മീൻസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് റെസിസ്റ്റൻറ്റ് ജീൻ എന്നുള്ള ടോപ്പിക്കിൽ വരുന്നത്. ഇതാണ് നമ്മളെ സെലക്ടബിൾ മാർക്കറിൽ വരുന്ന ടോപ്പിക്ക്. ഇനി സെലക്ടബിൾ മാർക്കറായിട്ട് ബന്ധമില്ല, പക്ഷേ ഇൻസേഷണൽ ഇനാക്ടിവേഷൻ അനദർ മെത്തേഡ് ഓഫ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ ആണ്. ഇതാണ് സെക്കൻഡ് മെത്തേഡ്, ഇൻസേഷണൽ ഇനാക്ടിവേഷൻ ബൈ എൻസൈം
ഏത് എൻസൈമാണ്? യൂസിങ് ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം. ഓക്കെ, ഇത് നമ്മൾക്ക് പറയണമെങ്കിൽ മോളിക്കുലാർ ബയോളജിയിൽ ഒരു ടോപ്പിക്ക്, ഏതാണ് ടോപ്പിക്ക്? ഹൗ വി ക്യാൻ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്നുള്ള ടോപ്പിക്ക് പഠിക്കണം. ഓക്കെ, അതിൽ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ലാക്ടോസ് ഓപ്പറോൺ. അതായത് നമ്മളുടെ ബോഡിയിൽ ഡൈജഷൻ നടക്കുന്നുണ്ട്. ഡൈജഷൻ എപ്പോഴാണ് നടക്കേണ്ടത്? ഒരു എക്സാമ്പിൾ പറയാണ്, നമുക്ക് ഡൈജഷൻ നടക്കണമെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കണം, അല്ലേ? ഫുഡ് കഴിക്കണമെങ്കിൽ ഏത് ടൈപ്പൊക്കെ ഫുഡാണോ കഴിച്ചിട്ടുള്ളത് ആ ടൈപ്പുള്ള ഫുഡിനെ, അതായത് ഇപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡാണെങ്കിൽ പ്രോട്ടിയേസസ് ആ പ്രോട്ടീൻ അടങ്ങിയ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യും. ലിപ്പിഡ് അടങ്ങിയ, അതായത് കൊഴുപ്പടങ്ങിയിട്ടുള്ള ഫുഡാണെങ്കിൽ കൊഴുപ്പിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ലിപ്പേസസ് ആവശ്യമുണ്ട്. അപ്പോൾ ലിപ്പേസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം, ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈമിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ ആക്റ്റീവ് ആവും, അല്ലേ? ഓക്കെ, ക്ലിയർ ആയല്ലോ. പക്ഷേ നമ്മൾ ഒരു ആഴ്ചയായിട്ട് ഭക്ഷണം ഒന്നും കഴിക്കണില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ ആക്ടിവേറ്റ് ആവണോ? ആവണ്ട. പ്രോട്ടിയേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ ആക്ടിവേറ്റ് ചെയ്യണോ? ആവണ്ട. അപ്പോൾ അത് ഓഫായിട്ടിരിക്കും. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ള എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ ഓൺ ആയിരിക്കും, ആവശ്യമില്ലാത്തപ്പോൾ ഓഫായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇതിനെയാണ് ഓപ്പറോൺ എന്നുള്ള കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ്, അതായത് ഹൗ വി ക്യാൻ ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ജീൻ എന്ന് പറയുന്നത് എന്താ? പ്രത്യേക എൻസൈം ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ എക്സ്പ്രസ് ചെയ്യേണ്ടത് എപ്പോഴാണ്? സപ്രസ് ചെയ്യേണ്ടത്. ഇതിനെയാണ്, ഈ ഒരു ടോപ്പിക്കാണ് റെഗുലേഷൻ ഓഫ് ജീൻ. റെഗുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ ജീൻ എക്സ്പ്രസ് ചെയ്യുക, ഓൺ ചെയ്യിപ്പിക്കുക, ആവശ്യമില്ലാത്തപ്പോൾ ഓഫ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ നല്ലൊരു ടോപ്പിക് ഉണ്ട്, റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ലാക്ടോസ് ഓപ്പറോൺ ഇൻ പ്രോകാരിയോട്ട്. അതായത് നമ്മൾ ഈ ഒരു റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ യുക്കാരിയോട്ടിക്, നമ്മുടെ ഹയർ ഓർഗാൻസും വെച്ചിട്ടല്ല ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ ലാക്ടോസ് ഓപ്പറോൺ മെക്കാനിസം ഇൻ പ്രൊക്കാരിയോട്ടിക് ബാക്ടീരിയ. പ്രൊക്കാരിയോട്ടിക് ഓർഗാൻസ് ആയിട്ടുള്ള ബാക്ടീരിയയുടെ ലാക്ടോസ് ഓപ്പറോൺ ആണ് നമ്മൾ എക്സാമ്പിളായിട്ട് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്നുള്ള ലാക് ഓപ്പറോൺ എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് മോളിക്കുലാർ ബയോളജിയിൽ വൃത്തിയായിട്ട് പഠിക്കും. അതായത് DNA സ്ട്രക്ചർ, DNA ജെനറ്റിക് മെറ്റീരിയൽ, റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ഒക്കെ പഠിച്ചിട്ട് ജീൻ എക്സ്പ്രഷൻ എന്നുള്ള ടോപ്പിക്ക്, പ്രോട്ടീൻ സിന്തസിസ്, സെൻട്രൽ ഡോഗ്മ എന്നുള്ള ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം എങ്ങനെയാണ് ഈ ജീൻ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു ടോപ്പിക്ക് ലാസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ആ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. പക്ഷേ നമുക്ക് ഇവിടെ ഇൻസിയേഷണൽ ഇനാക്ടിവേഷൻ ബൈ എൻസൈം മെത്തേഡ് എന്നുള്ള ടോപ്പിക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ലാക്കോപ്രോൺ മൊത്തത്തിൽ പറയുന്നില്ല. നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രമായിട്ട് നമുക്ക് ഇൻസിയേഷണൽ ഇനാക്ടിവേഷൻ ബൈ എൻസൈം മെത്തേഡ് എന്നുള്ള ടോപ്പിക്ക് പഠിക്കാം. ഓക്കെ, ആ ഡീറ്റെയിൽ അതിവിടെ നമുക്ക് മോളിക്കുലർ ബയോളജി പഠിക്കുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ബാക്ടീരിയാസ്. ഓക്കെ, ബാക്ടീരിയേൻ്റെ ഫുഡാണ് ലാക്ടോസ്. ഓക്കെ, അതായത് ബാക്ടീരിയനെ ഗ്രോ ചെയ്യുന്ന കൾച്ചർ മീഡിയത്തിൽ, ടിഷ്യൂ കൾച്ചർ മീഡിയത്തിൽ നമ്മൾ എന്തിട്ട് കൊടുക്കും? അവരെ ഫുഡായിട്ടുള്ള ഷുഗർ ഇട്ട് കൊടുക്കും. നമ്മൾ കൾച്ചർ മീഡിയം പഠിക്കുമ്പോൾ അറിയാം, അഗാർ മീഡിയം അല്ലേ, അതിലെന്തൊക്കെ ഉണ്ടായിരിക്കും? ബാക്ടീരിയയ്ക്ക്, അതായത് ബാക്ടീരിയനെ കൾച്ചർ ചെയ്യുന്ന മീഡിയം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയനെ ഗ്രോ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ബാക്ടീരിയനെ ഗ്രോ ചെയ്യാനുള്ള കൾച്ചർ മീഡിയത്തിൽ അവർക്ക് ആവശ്യമുള്ള ഫുഡ് ഇട്ട് കൊടുക്കും. ഏതാണ് ഫുഡ്? ലാക്ടോസ്, ഒരു ഷുഗറാണ്. ഏത് ലാക്ടോസ്? മിൽക്ക് ഷുഗർ ആയിട്ടുള്ള ലാക്ടോസ്. അപ്പോൾ ബാക്ടീരിയയുടെ ഫുഡ് എന്താണ്? ലാക്ടോസ്. ഓക്കെ, അപ്പോൾ ബാക്ടീരിയയ്ക്ക് ഫുഡ് കിട്ടുന്നുണ്ടെങ്കിൽ, അപ്പോൾ ബാക്ടീരിയയുടെ ഫുഡിനെ ബ്രേക്ക് ഡൗൺ സംഭവിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ ബാക്ടീരിയയ്ക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടെങ്കിൽ, ലാക്ടോസ് കിട്ടുമെങ്കിൽ ആ ലാക്ടോസിനെ എന്ത് ചെയ്യണം? ബ്രേക്ക് ഡൗൺ ചെയ്യണം. ഈ ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്താൽ സിമ്പിൾ ഷുഗർ ആയിരിക്കും, അല്ലേ? ലാക്ടോസ് ഈസ് എ ഡൈസാക്രൈഡ് ആണ്. ഏതൊക്കെയായിരിക്കാം? ലാക്ടോസിൻ ബ്രേക്ക് ഡൗൺ ചെയ്താൽ ഉണ്ടാകുന്ന സിമ്പിൾ ഷുഗേഴ്സ് ആണ് ഗ്ലൂക്കോസ്. നമ്മൾ ബയോ കെമിസ്ട്രിയിൽ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ് ആയിട്ടുള്ള സിമ്പിൾ ഷുഗറായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യണം, അല്ലേ? ഈ ലാക്ടോസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ഫുഡിനെ ഗ്ലൂക്കോസും ഗാലക്ടോസുമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം. അപ്പോൾ ബാക്ടീരിയയ്ക്ക് ഭക്ഷണം കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഭക്ഷണം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ലാക്ടോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം. ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ ഏത് എൻസൈം വേണം? ബീറ്റ ഗാലക്ടോസിഡേസ്. ഈ ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനാണ് ലാക്സെഡ് ജീൻ. ഇതാണ്
ഏത് ജീനാണ് പ്രൊഡ്യൂസ് ചെയ്യുക? ലാക്സെഡ് ജീനാണ് ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബാക്ടീരിയയ്ക്ക് ഫുഡ് കിട്ടുന്നുണ്ടെങ്കിൽ, ലാക്ടോസ് കിട്ടിയെങ്കിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? ലാക്സെഡ് ജീൻ ഓണായിട്ട്, സ്വിച്ച് ഓൺ ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? ബീറ്റാ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യണം. ബാക്ടീരിയയ്ക്ക് ഭക്ഷണം ലാക്ടോസ് കിട്ടുന്നില്ല എങ്കിൽ ലാക്സെഡ് ജീൻ ഓഫ് ആവും. ബീറ്റാ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ക്ലിയർ ആയല്ലോ? നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മളെ ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എൻസൈംസ് വേണം. അതുപോലെ തന്നെ ബാക്ടീരിയയ്ക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ലാക്ടോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ബാക്ടീരിയയുടെ ഭക്ഷണമായിട്ടുള്ള ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈമാണ് ബീറ്റാ ഗാലക്ടോസിഡേസ്. ആ എൻസൈം വേണം അല്ലേ? അതിന് മാത്രമാണ് ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കഴിയുള്ളൂ. ആ ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിനെ ആരാണ് ഈ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ? ലാക്സെഡ് ജീൻ എന്ന് പറയുന്ന ജീനാണ് ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ? അപ്പോൾ ബാക്ടീരിയയ്ക്ക് ഭക്ഷണം ലഭിച്ചെങ്കിൽ ലാക്സെഡ് ജീൻ ഓണാവും, ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ബാക്ടീരിയയ്ക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ ലാക്സെഡ് ജീൻ ഓഫ് ആവും, ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ കളറ് ബ്ലൂ കളറാണ്. അതൊന്ന് പഠിച്ചു വയ്ക്കണം. എന്താണ്? ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈമിൻ്റെ കളറാണ് ബ്ലൂ കളർ. ക്ലിയർ ആയല്ലോ? ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈമിൻ്റെ കളർ എന്താണ്? ബ്ലൂ കളറാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി. ഇനി നമ്മൾ പറയാൻ പോവാണ്, ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഇതൊരു പ്ലാസ്മിഡാണ്. നമ്മൾ നേരത്തെ വരച്ചില്ലേ, അതുപോലെ തന്നെ ഇതൊരു പ്ലാസ്മിഡാണ്. അപ്പോൾ ബാക്ടീരിയയുടെ പ്ലാസ്മിഡും ബാക്ടീരിയയിൽ ഉള്ള ജീനാണല്ലോ ലാക്സെഡ് ജീൻ. അപ്പോൾ ബാക്ടീരിയ എന്ന് പറയുന്നത് ഇതൊരു ഹോസ്റ്റ് സെൽ ബാക്ടീരിയ ആണ്. ബാക്ടീരിയയ്ക്ക് ഒരു ന്യൂക്ലിയോയിഡ് ഉണ്ട് അല്ല, അതിൻ്റെ ജീനും. അതിന് പുറമെ അതിൽ കാണപ്പെടുന്ന അതിൻ്റെ എക്സ്ട്രാ ക്രോമസോമുള്ള സർക്കുലർ DNA ആണ്. അപ്പോൾ ഇതും നമ്മൾ ഉപയോഗിച്ച പ്ലാസ്മിഡ് വെക്ടർ എന്ന് പറയുന്നതും ബാക്ടീരിയലിൻ്റെ DNA ആണ് അല്ലേ? അപ്പോൾ ഈ ബാക്ടീരിയൽ DNA ആയിട്ടുള്ള പ്ലാസ്മിഡ് വെക്ടറിൽ എന്തുണ്ട്? ഒരു ജീനുണ്ട്. ഏതാണ് ആ ജീൻ? അതായത് ബാക്ടീരിയയുടെ പ്ലാസ്മിഡിലുള്ള ഒരു ജീനുണ്ട്. ആ ജീനിൻ്റെ പേരെന്താ? ലാക്സെഡ് ജീൻ. ഓക്കെ, അപ്പോൾ ഇതേത് ജീനാണ്? ബാക്ടീരിയൽ പ്ലാസ്മിഡിലുള്ള ലാക്സെഡ് ജീനാണ്. അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് വിചാരിക്കുക. ഇനി നമ്മൾ പറയാൻ പോവാണ് വെൻ എൻ അലൈൻ DNA. നേരത്തെ പറഞ്ഞ അതേ ഫോമാറ്റിലാണ് ഞാൻ പറയാൻ പോകുന്നത്. വെൻ എൻ അലൈൻ DNA or foreign DNA or desired DNA is inserted into the laxed gene of the PBR322. അപ്പോൾ എന്താണ്? ഇൻസേഷൻ നടന്നു. അതായത് ഒരു PBR322 എന്ന് പറയുന്ന ബാക്ടീരിയയുടെ പ്ലാസ്മിഡ് അല്ലേ, അതിലേ എന്തുണ്ട്? ലാക്സെഡ് ജീൻ ഉണ്ട്. ആ ലാക്സെഡ് ജീനിൽ വന്ന് ഒരു ഡിസൈഡ് DNA ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ അതെന്തായി? റീകോമിനൻ്റ് DNA ആയി. അപ്പോൾ ഇൻസേഷൻ നടന്നാൽ റീകോമിനൻ്റ് DNA ആയി. അപ്പോൾ റീകോമിനൻ്റ് ആയിട്ടുള്ള ഈ പ്ലാസ്മിഡിൽ ലാക്സെഡ് ജീൻ എന്താവും? ലാക്സെഡ് ജീന് ഇനാക്ടിവേറ്റഡ് ആവും. ഓക്കെ, അപ്പോൾ ലാക്സെഡ് ജീൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല? ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യില്ല. ക്ലിയർ ആയോ? അപ്പോൾ എന്താണ്? അലൈൻ DNA ഇൻസേർട്ട് ചെയ്താൽ, അതായത് ബാക്ടീരിയൽ പ്ലാസ്മിഡിലുള്ള ലാക്സെഡ് ജീനിലേക്ക് ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ സഹായിക്കുന്ന ബീറ്റാ ഗാലക്ടോസ് എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാക്സെഡ് ജീനിൽ വന്നിട്ട് ഒരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് അപ്പോൾ ആ പ്ലാസ്മിഡിനെ എന്ത് പറയും? റീകോമിനൻ്റ് പ്ലാസ്മിഡായി. ആ റീകോമിനൻ്റ് പ്ലാസ്മിഡിൻ്റെ ലാക്സെഡ് ജീൻ ഇനാക്ടിവേറ്റഡ് ആവും. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? വെൻ എൻ അലൈൻ DNA ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദി BAMH1 സൈറ്റ് ഓഫ് ടെട്രാസൈക്കിൾ അതല്ലേ, അത് ആൻറ്റിബയോട്ടിക് റെസിസ്. ഇവിടെ നമ്മൾ പറയുന്നത് എൻസൈം മെത്തേഡാ. അപ്പോൾ ശ്രദ്ധിക്കുക, വെൻ എൻ അലൈൻ DNA ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദി ലാക്സെഡ് ജീൻ ഓഫ് ആരുടെ? PBR322 ബാക്ടീരിയൽ പ്ലാസ്മിഡ്. അപ്പോൾ എന്താ ഉണ്ടാവുക? ദ ലാക്സെഡ് ജീൻ ഈസ് ഇനാക്ടിവേറ്റഡ്. ഇതാണ് ഇൻസേഷണൽ ആക്ടിവേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ വെൻ റീകോമ്പിനേഷൻ ഹാപ്പൻ, ലാക്സെഡ് ജീൻ ബിക്കം ഇനാക്ടിവേറ്റഡ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസസ് ദി എൻസൈം ബീറ്റാ ഗാലക്ടോസിഡേസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയി അല്ലേ? അപ്പോൾ റീകോമ്പിനേഷൻ നടന്ന ബാക്ടീരിയനെ ഇനി എന്താ ചെയ്യുക? പ്ലാസ്മിഡിനെ പ്ലാസ്മിഡ്സ് ഇങ്ങനെ നമ്മൾ റീകോമ്പിനേഷൻ നടന്ന പ്ലാസ്മിഡും റീകോമ്പിനേഷൻ നടക്കാത്ത പ്ലാസ്മിഡ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? ദീസ് പ്ലാസ്മിഡ്സ് ആർ
അതായത് റീകോമ്പിനേഷൻ നടന്നവരും നടക്കാത്തവരെല്ലാം പ്ലാസ്മിഡ്സിനെയും ട്രാൻസ്ഫേർഡ് ഇൻ ടു നെക്സ്റ്റ് സ്റ്റെപ്പ് ഹോസ്റ്റ് സെൽ ബാക്ടീരിയം. ദ ഹോസ്റ്റ് സെൽ ബാക്ടീരിയം ടേക്ക് അപ്പ് ദ റിക്കോമ്പിനൻറ്റ് പ്ലാസ്മിഡ് and some bacterial cells take up non-recombinant plasmids. These two are known as transformants, and some does not take up any plasmid. They are known as non-transformants. ഇതിൽ നിന്ന് നമുക്ക് ട്രാൻസ്ഫോമൻസ് വിത്ത് റിക്കോമിനൻസിനെ മാത്രം അറിയണം അല്ലേ. അപ്പോൾ എന്താണ്, റീകോമ്പിനേഷൻ നടന്ന പ്ലാസ്മിഡുള്ള ബാക്ടീരിയൽ കോളനീനെ, അതായത് മൊത്തം എല്ലാ ബാക്ടീരിയസിനെയും നമ്മൾ എന്ത് ചെയ്യും, ട്രീറ്റഡ് വിത്ത് എന്ത് ചെയ്യും, ദേ ആർ ട്രീറ്റഡ് വിത്ത് സം ക്രോമോജനിക് സബ്സ്ട്രേറ്റ്സ്. ഓക്കെ, അതായത് കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള സബ്സ്ട്രേറ്റ് ആയിട്ട് ഈ ബാക്ടീരിയസിനെ മൊത്തം നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇൻസേഷൻ നടന്ന ബാക്ടീരിയൽ കോളനീസ് ഏത് കളറിൽ കാണപ്പെടും, വൈറ്റ് കളറിലും. ഇൻസേഷൻ നടക്കാത്ത, അതായത് ഇൻസേഷൻ നടന്നാൽ ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ്, ലാക്സെഡ്ജീൻ ഇനാക്ടിവേറ്റ് ചെയ്യും, ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യില്ലെങ്കിൽ ആ ഇൻസേഷൻ നടന്ന റീകോമ്പിനേഷൻ നടന്ന ബാക്ടീരിയയ്ക്ക് ബ്ലൂ കളർ ഉണ്ടാവില്ല. അപ്പോൾ റീകോമിനൻറ്റ് ബാക്ടീരിയൽ കോളനീസ് വൈറ്റ് കളറിലും റീകോമ്പിനേഷൻ നടക്കാത്ത ബാക്ടീരിയൽ ഉണ്ടായിരിക്കും അല്ലേ, ബാക്ടീരിയൽ കോളനീസ് ഉണ്ടാവും. അതായത് റീകോമ്പിനേഷൻ നടക്കാത്ത പ്ലാസ്മിഡിനെ ഇൻടേക്ക് ചെയ്തവരും അല്ലെങ്കിൽ നോൺ ട്രാൻസ്ഫോമൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയൽ കോളനീസും, അതായത് ബാക്ടീരിയൽ കോളനി വിത്ത് റീകോമിനൻ്റ് DNA മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ റീകോമ്പിനേഷൻ നടക്കാത്ത പ്ലാസ്മിഡുള്ള ബാക്ടീരിയൽ കോളനീസ് ഒക്കെ ഏത് കളറിലിരിക്കും വിടും, അതിൽ ലാക്സെഡ്ജീൻ ആക്റ്റീവാണ്, അതുകൊണ്ട് ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈമിൻ്റെ കളറാണ് ബ്ലൂ കളർ. അപ്പോൾ റീകോമ്പിനേഷൻ നടക്കാത്തവരിലാണ് ലാക്സെഡ്ജീൻ ആക്റ്റീവ് ആവുക, ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുക, ബ്ലൂ കളറിൽ കാണപ്പെടുക. അപ്പോൾ റീകോമ്പിനൻ്റ് DNA വൈറ്റ് കളറിലും റീകോമ്പിനേഷൻ നടക്കാത്ത ബാക്ടീരിയൽ കോളനീസൊക്കെ ബ്ലൂ കളറിലും കാണപ്പെടും. അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ ബ്ലൂ വൈറ്റ് സെലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതൊരു നല്ലൊരു ഭംഗിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഫിഗർ ഉണ്ട്. ആ ഫിഗർ കാണിച്ചു തരാം. ഈ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നോക്കുക, ഇതാണ് ബാക്ടീരിയൽ കൾച്ചർ ചെയ്യുന്ന ഒരു പെട്രി ഡിഷ്. ആ പെട്രി ഡിഷിനെ നമ്മൾ എന്ത് ചെയ്തു, അതായത് നമ്മൾ റീകോമ്പിനേഷൻ നടന്ന പ്ലാസ്മിഡിനെയും റീകോമ്പിനേഷൻ നടക്കാത്ത പ്ലാസ്മിഡിനെയും എല്ലാത്തിനെയും ഈ ബാക്ടീരിയയുടെ കൾച്ചർ മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇതിലെ ചില ബാക്ടീരിയാസ് റീകോമ്പിനേഷൻ നടന്നവരെ ഇൻടേക്ക് ചെയ്യും, ചിലർ റീകോമ്പിനേഷൻ നടക്കാത്ത പ്ലാസ്മിഡിനെ ഇൻടേക്ക് ചെയ്യും, ചിലർ ആരെയും ഇൻടേക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്കിവിടെ ആവശ്യം എന്താണ്, റീകോമ്പിനേഷൻ നടന്ന പ്ലാസ്മിഡിനെ മാത്രമാണ് അല്ലേ. അപ്പോൾ റീകോമ്പിനൻസ് എന്നുള്ള വേർഡ് ഒരിക്കലും മറക്കരുത്. നമുക്ക് ട്രാൻസ്ഫോമൻസിനെക്കാട്ടും ഇമ്പോർട്ടൻറ്റ് റീകോമ്പിനൻസ് ആണ്. റീകോമ്പിനൻസിനെ ഇൻടേക്ക് ചെയ്ത ട്രാൻസ്ഫോമൻസിനെയാണ് നമുക്ക് ഇവിടെ ആവശ്യം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ആ ഡെഫിനിഷനിൽ ടെക്സ്റ്റിൽ പറഞ്ഞായിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്, റീകോമ്പിനേഷൻ നടന്ന ട്രാൻസ്ഫോമൻസിനെയാണ്. റീകോമ്പിനേഷൻ നടക്കാത്ത ട്രാൻസ്ഫോമൻസിനെ നമുക്ക് വേണ്ട. നോൺ റീകോമ്പിനൻറ്റിനെ ടേക്കപ്പ് ചെയ്ത ട്രാൻസ്ഫോമൻസിനെ നമുക്ക് വേണ്ട. നമുക്ക് എന്താണ്, ദ ട്രാൻസ്ഫോമൻസ് വിത്ത് റീകോമ്പിനൻറ്റ് DNA അവരെന്ത് കളറിൽ കാണപ്പെടും, ക്രോമോജനിക് സബ്സ്ട്രേറ്റിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ അവർ വൈറ്റ് കളറിൽ കാണപ്പെടും. എന്തുകൊണ്ടാണെങ്കിൽ എന്താണ്, ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് ബ്ലൂ കളറിൽ കാണപ്പെടും. പക്ഷേ റീകോമ്പിനേഷൻ നടന്നവരിൽ ലാക്സെഡ്ജീൻ ഇനാക്റ്റീവ് ആയതിൻ്റെ ഫലമായിട്ട് ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് റീകോമ്പിനേഷൻ നടന്ന ബാക്ടീരിയൽ കോളനീസ് ഏത് കളറിൽ കാണപ്പെടും, വൈറ്റ് കളറിൽ. അപ്പോൾ ഈ വൈറ്റ് കളറിൽ കാണുന്ന ആൾക്കാരെ നമുക്ക് സെലക്ട് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്ത് സെലക്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ളവരെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയാം. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിച്ചത്. അതായത് സെലക്റ്റബിൾ മാർക്കേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഈ മെത്തേഡ് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ട്. രണ്ട് കൾച്ചർ മീഡിയത്തിൽ ഇതിനെ പ്ലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിലും കൂടി കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ചും കൂടി ഒരു നല്ല മെത്തേഡാണ് ഇൻസേഷണൽ ആക്ടിവേഷൻ ബൈ ഈ ഒരു എൻസൈം മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് ബാക്ടീരിയയുടെ പ്ലാസ്മിഡാണ് ക്ലോണിംഗ് വെക്ടറായിട്ട്. അപ്പോൾ ബാക്ടീരിയയിൽ അവരുടെ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ, ബാക്ടീരിയയുടെ ഫുഡായിട്ടുള്ള ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എൻസൈം ആവശ്യമുണ്ട്, ബീറ്റഗ. അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജീൻ ഉണ്ടായിരിക്കും, ലാക്സെഡ് ജീൻ. അവിടേക്കാണ് അലൈൻ DNA ഇൻസേർട്ട് ചെയ്യുമ്പോൾ അവിടേക്കാണ് ഇൻസേർട്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ആ ലാക്സെഡ് ജീൻ സപ്രസ് ആവും. അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻസേഷണൽ ഇനാക്ടിവേഷൻ. അപ്പോൾ എന്താ ഇൻസേഷൻ, അലൈൻ DNA ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദി ലാക്സെഡ് ജീൻ ഓഫ് ദി ബാക്ടീരിയൽ പ്ലാസ്മിഡ് അല്ലെ, പ്ലാസ്മിഡ് വെക്ടർ. എന്താണ്ടാവുക, ദ ലാക്സെഡ് ജീൻ ഈസ് ഇനാക്ടിവേറ്റഡ് ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ. ആൻഡ് ദാറ്റ്
laxed gene does not produces beta galactosidase enzyme. So these plasmids are transferred to bacterial culture medium. The bacteria take up ആരൊക്കെ ടേക്കപ്പ് ചെയ്യും? സം ബാക്ടീരിയാസ് ടേക്കപ്പ് റിക്കോമിനൻ്റ് DNA, സം ടേക്കപ്പ് the plasmid vector only, some doesn't take up any recombinant or non-recombinant DNA. Okay, so we can identify the bacteria with the recombinants by treating them with the chromogenic substrate. Okay, color producing substance. Then the recombinant colonies will appear as white color colonies, and the non-recombinant is appeared as blue color colonies. Thus we can identify and select the recombinants very easily. Clear? This is the insertional inactivation by means of enzyme beta galactosidase method. ഓക്കെ, അപ്പോൾ ലാക്കോപ്രോൺ എന്നുള്ള ടോപ്പിക്ക് ഞാനിവിടെ പറഞ്ഞിട്ടില്ല. നമുക്കിവിടെ ആവശ്യമുള്ള ആ ടോപ്പിക്കിലെ ഒരു പോയിന്റ് മാത്രം പറഞ്ഞിട്ടാണ് നമുക്ക് ഇത്രേ പറയേണ്ട ആവശ്യമുള്ളൂ. ലാക്കോപ്രോൺ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മോളിക്കുലർ ബയോളജി എന്നുള്ള ടോപ്പിക്കിൽ പഠിക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയാണ് ഇൻസേഷണൽ ഇനാക്ടിവേഷൻ എന്നുള്ള ടോപ്പിക്കിൽ. അപ്പോൾ ഇൻസേഷണൽ ഇനാക്ടിവേഷൻ നമ്മൾ എവിടെ പറഞ്ഞു? സെലക്റ്റബിൾ മാർക്കർ ഉപയോഗിച്ചുള്ളത്. സെലക്റ്റബിൾ മാർക്കർ ഉപയോഗിച്ചിട്ടുള്ള ഇൻസേഷണൽ ആക്ടിവേഷനാണ് നമ്മളെന്ത് ചെയ്തത്? സെലക്റ്റബിൾ മാർക്കേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഇൻസേഷണൽ ആക്ടിവേഷൻ പഠിച്ചു. അപ്പോൾ ആ ടോപ്പിക്കിലാണ് ഇൻസേഷണൽ ആക്ടിവേഷൻ വന്നത്. പക്ഷേ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സെലക്റ്റബിൾ മാർക്കറായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ നമ്മൾ രണ്ട് ഇൻസേഷണൽ ആക്ടിവേഷനും ഒരു പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒരു ഭാഗത്തായിട്ട് പഠിച്ചു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ലാസ്റ്റ് പോയിന്റിലേക്ക് പോവുകയാണ്. എന്താണ് ലാസ്റ്റ് പോയിന്റ്? ഫീച്ചേഴ്സ് ഓഫ് എ പ്ലാസ്മിഡ് വെക്ടറിലെ മൂന്നാമത്തെ പോയിന്റാണ് ക്ലോണിംഗ് സൈറ്റ്. എന്താണ് ക്ലോണിംഗ് സൈറ്റ്? ഫസ്റ്റ് നമ്മൾ പറയുന്നത് ദ വെക്ടർ മസ്റ്റ് ഹാവ് എൻ ഓറൈ സൈറ്റ്. ദ വെക്ടർ മസ്റ്റ്, സെക്കൻഡ് പോയിന്റ്, ദ വെക്ടർ മസ്റ്റ് ഹാവ് എ സെലക്റ്റബിൾ മാർക്കർ ഓർ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ. തേർഡ് പോയിന്റാണ് ദ വെക്ടർ മസ്റ്റ് ഹാവ് എ ക്ലോണിംഗ് സൈറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ക്ലോണിംഗ് സൈറ്റ്? വളരെ സിമ്പിളായിട്ടുള്ള ഒരു പോയിൻ്റാണ്. രണ്ട് പോയിൻ്റേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അത് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു പ്ലാസ്മിഡ് വെക്ടറിൻ്റെ ഫിഗർ എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്ലാസ്മിഡ് വെക്ടറിൽ എന്തൊക്കെയുണ്ട് പറഞ്ഞോളൂ. ഇതതിൻ്റെ ഓറൈ സൈറ്റ്. ഇതെന്താ അതിൻ്റെ സെലക്റ്റബിൾ മാർക്കേഴ്സ്. രണ്ടെണ്ണം പഠിച്ചു. ഇനി എന്താ ക്ലോണിംഗ് സൈറ്റ് എന്ന് പഠിക്കാൻ പോവാണ്. ക്ലോണിംഗ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഓറൈ സൈറ്റും ക്ലോണിംഗ് സൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് തെറ്റിദ്ധരിച്ചിട്ട് നമ്മൾ പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാറുണ്ട് കുട്ടികൾ. അനുസരിച്ചിട്ടില്ല, തെറ്റാൻ പാടില്ല. ക്ലോണിംഗ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലോണിംഗ് സൈറ്റാണ്, ഇതൊരു ക്ലോണിംഗ് സൈറ്റാണ്, ഇതൊരു ക്ലോണിംഗ് സൈറ്റാണ്. പിന്നെ എന്താണ്? ഇതൊരു ക്ലോണിംഗ് സൈറ്റാണ്, ഇത് ക്ലോണിംഗ് സൈറ്റാണ്, ഇത് ക്ലോണിംഗ് സൈറ്റാണ്. അപ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ക്ലോണിംഗ് സൈറ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് മെന്റ് ബൈ ക്ലോണിംഗ് സൈറ്റ്സ്? എന്താ ക്ലോണിംഗ് സൈറ്റ് എന്ന് പറഞ്ഞാൽ? പറയോ, ക്ലോണിംഗ് സൈറ്റ് എന്താണ്? വളരെ സിമ്പിളാണ്. റെക്കഗ്നിഷൻ സൈറ്റ് ഓർ റെസ്ട്രിക്ഷൻ സൈറ്റ് അല്ലേ? എന്താണ്? ക്ലോണിംഗ് സൈറ്റ്സ് ആർ ദി റെക്കഗ്നിഷൻ. നമുക്കറിയാം BAMH1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ റെക്കഗ്നിഷൻ സൈറ്റാണ്. ഇത് SAL1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ റെക്കഗ്നിഷൻ സൈറ്റാണിത് അല്ലേ? അപ്പോൾ ഇതെല്ലാം ഒരു പൂക്കളം പോലെ ഇങ്ങനെ നിറയെ കാണുന്നുണ്ട്. അതിനൊരു പെർട്ടിക്കുലർ പൊസിഷനും ഉണ്ട്. പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ടെട്രാസൈക്ലിക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനിലുള്ളത് BAMH1, ആംബാറിലുള്ളത് ഇത് അല്ലേ? അപ്പോൾ ഇതെല്ലാം എന്താണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ റെക്കഗ്നിഷൻ സൈറ്റാണ്. പർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ റെക്കഗ്നിഷൻ സൈറ്റുകളാണ്. അപ്പോൾ എന്താണ് ക്ലോണിംഗ് സൈറ്റ് എന്ന് പറഞ്ഞാൽ? ഇതെല്ലാം ക്ലോണിംഗ് സൈറ്റാണ്. അപ്പോൾ എന്താണ് ക്ലോണിംഗ് സൈറ്റ്സ്? ക്ലോണിംഗ് സൈറ്റ്സ് ആർ ദി റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ഓർ റെക്കഗ്നിഷൻ സൈറ്റ്. വേറൊരു പേരും കൂടി നമ്മൾ പറയല്ലോ, പാലിൻഡ്രോമിക് സീക്വൻസസ് അല്ലേ? ഓഫ് റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ഓർ റെക്കഗ്നിഷൻ സൈറ്റ്സ് ഓർ പാലിൻഡ്രോമിക് സീക്വൻസസ് ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈംസ് അല്ലേ? അപ്പോൾ എന്താണ് റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ഓർ റെക്കഗ്നിഷൻ സൈറ്റ്സ് ഓഫ് പാലിൻഡ്രോമിക് സീക്വൻസസ് ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈംസ് ഓഫ് ആരുടെയാ? പ്ലാസ്മിഡ് വെക്ടർ അല്ലേ? ആർട്ടിഫിഷ്യലി റീകൺസ്ട്രക്റ്റഡ് പ്ലാസ്മിഡ് വെക്ടർ, അല്ലെങ്കിൽ നമുക്ക് PBR322 അല്ലെങ്കിൽ പ്ലാസ്മിഡ് വെക്ടർ.
അതിനെയാണ് ക്ലോണിങ് സൈറ്റ്. നമ്മളെന്ത് പറയുന്നത്, നമ്മളെ DNA ടെക്നോളജിക്ക് ഉപയോഗിക്കുന്ന വെക്ടർ നോർമൽ വെക്ടർ അല്ല, കോളീവൺ അല്ല, ആർട്ടിഫിഷ്യലി റീകൺസ്ട്രക്ട് ചെയ്ത കോളീവൺ ആയിട്ടുള്ള PBR322 ആണ് അല്ലേ. അപ്പോൾ ഈ PBR322 റെസ്ട്രിക്ഷൻ ഓർ റെക്കഗ്നേഷൻ സൈറ്റ്സ് കുറേ എണ്ണുണ്ട്. പർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസിന് പർട്ടിക്കുലർ റെക്കഗ്നേഷൻ സൈറ്റ് ഉണ്ടാവുക. ഈ എല്ലാ സൈറ്റ്സിനെയും എന്താ പറയുക, ക്ലോണിങ് സൈറ്റ്സ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ എന്താണ് ക്ലോണിങ് സൈറ്റ്സ്? ആർ ദി റെക്കഗ്നേഷൻ സൈറ്റ്സ് ഓർ റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ഓർ പാലൻഡ്രോമിക് സീക്വൻസസ് ഓഫ് പർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് എൻസൈംസ് ഓഫ് ആരുടെയാണ്, എവിടെയുള്ളതാണ്? പ്ലാസ്മിഡ് വെക്ടർ അല്ലേ. പ്ലാസ്മിഡ് വെക്ടർ അവിടെ എന്താ ചെയ്യുക? വേർ ആൻ aligned DNA is linked. അവിടെയാണ് അലൈൻഡ് DNA ലിങ്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ക്ലോണിങ് സൈറ്റ് എന്താ? ക്ലോണിങ് സൈറ്റ്സ് ആർ ദി റെക്കഗ്നേഷൻ സൈറ്റ് ഓർ റെസ്ട്രിക്ഷൻ സൈറ്റ് ഓർ പാലൻഡ്രോമിക് സീക്വൻസസ് ഓഫ് various or particular restriction endonuclease enzymes of a plasmid vector like PBR322. Okay, where and അവിടെ എന്ത് സംഭവിക്കുന്നു? വേറെ അലൈൻഡ് DNA ഓർ ഫോറിൻ DNA is inserted. അത് ഇൻസേർട്ട് ചെയ്താലാണ് ആ പ്ലാസ്മിഡ് വെക്ടർ എന്തായിട്ട് മാറുള്ളൂ? റിക്കോമിനൻറ്റ് DNA ആയിട്ടുള്ള അല്ലെങ്കിൽ റിക്കോമിനൻറ്റ് പ്ലാസ്മിഡ് വെക്ടർ ആയിട്ട് മാറുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ശ്രദ്ധിക്കാം, ഈ ഒരു പ്ലാസ്മിഡ് വെക്ടറിൽ റെക്കഗ്നേഷൻ സൈറ്റ് റെസ്ട്രിക്ഷൻ സൈറ്റ്സ് കുറേ ഉണ്ട്. അപ്പം നമ്മൾ BAയും H1 മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ സൈറ്റേ ഉള്ളൂ, ഇവിടെ മാത്രമേ കട്ട് ഉണ്ടാവുള്ളൂ, ഇവിടെ വന്ന് ഡിസൈഡ് ചെയ്യാനും അല്ലേ. അപ്പോൾ ഇതിൽ കുറേ റെസ്ട്രിക്ഷൻ സൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്ലാസ്മിഡ് വെക്ടറിലേക്ക് കുറേ റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ കട്ട് ഉണ്ടാക്കാം, ഇവിടെ കട്ട് ഉണ്ടാക്കാം. അപ്പോൾ എന്താ ഉണ്ടാവുക? കുറേ പീസസ് ഓഫ് പ്ലാസ്മിഡ് DNA പീസസ് കിട്ടും അല്ലേ. വെക്ടർ DNA പീസസ്, വെക്ടർ DNA ഫ്രാഗ്മെൻറ്റ്സ് കുറേ ഉണ്ടാവും. അത് നല്ലതാണോ? അല്ല. അപ്പോൾ എന്താണ്? മോർ ദെൻ ഒരെണ്ണാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഒരു പീസ് അവിടെ നിന്ന് പോയിട്ട് ഒരു ഡിസൈഡ് DNA വന്ന് ചേരാൻ പറ്റിയിട്ടുള്ള കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള പോർഷനിൽ ഒരു പ്ലാസ്മിഡ് വെക്ടർ കിട്ടും അല്ലേ. പക്ഷെ കുറേ റെസ്ട്രിക്ഷൻ ന്യൂക്ലിയോ ഒരേ സമയം ഒരു പ്ലാസ്മിഡ് വെക്ടറിൽ ഇട്ട് കൊടുത്താൽ നിറയെ പീസസ് ഓഫ് പ്ലാസ്മിഡ് വെക്ടർ കിട്ടുക. അപ്പോൾ അത് റീകോമ്പിനേഷൻ എന്നുള്ള പ്രൊസീജിയർ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കും. ഓക്കെ, അപ്പോൾ ആ പോയിൻ്റ് ഒന്ന് നോക്കുക. നമ്മൾ പറഞ്ഞല്ലോ ഓറൈസൈറ്റ് എന്താ കോപ്പി നമ്പർ ഓഫ് അല്ലേ. അതായത് ഓറൈസൈറ്റ് ഈസ് ദ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റ്. അതായത് ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് നമ്മൾ RDNA മാറ്റുമ്പോൾ ആ ഹോസ്റ്റ് സെല്ലിൽ അത് റെപ്ലിക്കേറ്റ് ചെയ്യണം വെച്ച് അത് റെപ്ലിക്കേറ്റ് ചെയ്തത് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കാം. അത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ആ മൾട്ടിപ്പിൾ കോപ്പീസിൻ്റെ പ്രൊഡക്ഷൻ റെപ്ലിക്കേഷനെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സൈറ്റാണ് ഓറൈസൈറ്റ്. ഓറൈസൈറ്റ് എന്താണ്? കൺട്രോൾസ് ദി കോപ്പി നമ്പർ ഓഫ് DNA എന്ന് പറഞ്ഞു അല്ലേ. ആ പോയിന്റ് പോലെ ഇവിടെ പഠിക്കേണ്ട ഒരു പോയിൻ്റാണ് മോർ ദാൻ വൺ റെക്കഗ്നിഷൻ സൈറ്റ്. മോർ ദാൻ വൺ റെക്കഗ്നിഷൻ സൈറ്റ് ജനറേറ്റ്സ് എന്താ ഉണ്ടാക്കണ? സെവറൽ ഫ്രാഗ്മെൻറ്റ്സ് അല്ലേ. മോർ ദാൻ വൺ റെക്കഗ്നിഷൻ സൈറ്റ് ജനറേറ്റ്സ് സെവറൽ ഫ്രാഗ്മെൻറ്റ്സ് വിച്ച് കോംപ്ലിക്കേറ്റ്സ് ദ എന്ത്? ജീൻ ക്ലോണിങ് കോംപ്ലിക്കേറ്റ് ആക്കി മാറ്റും. ക്ലിയർ ആയല്ലോ. ഇത്രയാണ് ഫീച്ചേഴ്സ് റിക്വയർഡ് ഫോർ എ ക്ലോണിങ് വെക്ടർ എന്നുള്ള ടോപ്പിക്കിൽ വരുന്ന പോയിൻറ്റ്സ്. ഏതൊക്കെയാണ്? വെക്ടർ മസ്റ്റ് ഹാവ് എ ഓറൈസൈറ്റ്, വെക്ടർ മസ്റ്റ് ഹാവ് എ സെലക്ടബിൾ മാർക്കർ, അവിടെ നമ്മൾ പഠിച്ച ടോപ്പിക്കാണ് ഇൻസേഷണൽ ആക്ടിവേഷൻ, ആൻഡ് ലാസ്റ്റ് ഫീച്ചറാണ് വെക്ടർ മസ്റ്റ് ഹാവ് എ ക്ലോണിങ് സൈറ്റ്. ഇനി നമ്മളൊരു പോയിന്റ് കൂടി പഠിച്ചു. ക്ലോണിങ് വെക്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ ക്ലോണിങ് ജീൻസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്നുള്ള ടോപ്പിക് അല്ലേ. ആ നാലാമത്തെ ഫീച്ചർ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇത്രയും പോർഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.